എന്തായാലും രണ്ടാമത് ചോദ്യം. ചോദ്യം വന്നാൽ ഉടനടി ഉത്തരം. മോട്ടിവേഷൻ. ആര് പറയൂ? ഞാൻ പറയില്ല. അയ്യോ സാറേ എന്റെ പേര് ജോസഫ്. SSC മലയാളി ജോലിയും സെറ്റ് ആക്കി തരും, ജീവിതവും സെറ്റ് ആക്കി തരും എന്നൊക്കെ പറയുന്നുണ്ട്. വന്നോ കണ്ടുമുട്ടാം, ഏറ്റുമുട്ടാം. ഓക്കെ ബൈ. If you believe in yourself, എന്തായിരുന്നു? സക്സസ് ഇസ് നോട്ട് ഫൈനൽ. അല്ല എനിക്ക് തോന്നുന്നു മറ്റേതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. സക്സസ് ഇസ് നോട്ട് ഫൈനൽ, ഫെയിലിയർ ഇസ് നോട്ട് ഫാറ്റൽ, ഇറ്റ് ഈസ് ദ കറേജ് ടു കണ്ടിന്യൂ ദാറ്റ് കൗണ്ട്സ്. അത്ര വേണ്ട. അത് നമുക്ക് തുടങ്ങാം. എന്നാ തുടങ്ങിയാലോ? ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇത് കാണാൻ പോകുന്നത് 2 അച്ചീവേഴ്സും 2 ഫാക്കൽറ്റീസും തമ്മിലുള്ള ഇൻ്റർവ്യൂ അല്ല, 4 ഫ്രണ്ട്സ് തമ്മിലുള്ള ടോക്കാണ്. SSC മലയാളിയിൽ സ്റ്റുഡൻസായി വന്ന് പിന്നെ മെൻറ്റേഴ്സായി ആൻഡ് ഇപ്പം അച്ചീവേഴ്സ് ആയിട്ടിരിക്കുന്ന 2 പേരാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഒരാൾ ഇത്തവണത്തെ CGL ഓഫീസ് സൂപ്രണ്ടായിട്ട് ഇൻകം ടാക്സ് ജോലി കിട്ടിയ നമ്മുടെ ആനന്ദു എസ് ആണ്. ആൻഡ് ദെൻ നമ്മുടെ കൂടെ ഉള്ളത് 2025 CGL GST ഇൻസ്പെക്ടറായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടുള്ള സക്രിൽ പ്രസ്തനാണ്. ഓക്കെ, റെഡി, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ എന്തോട്ടോ, അപ്പം എല്ലാ സംഭവങ്ങൾക്കും ഒരു തുടക്കം, ഒരു ബിഗിനിങ് ഉണ്ട്. അപ്പം അനന്തോട്ടൻ എങ്ങനെയായിരുന്നു ഈ ഒരു SSC ഫീൽഡിലേക്കുള്ള ഒരു ബിഗിനിങ് എന്ന് പറയുന്നത്? എങ്ങനെയായിരുന്നു? SSC എനിക്ക് ശരിക്കും SSC പറ്റി ഒരു ധാരണ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ബാങ്ക് കോച്ചിങ്ങിന് പോകാന്നുള്ളൊരു മൈൻഡിൽ PG കഴിഞ്ഞപ്പോൾ, ശരിക്കും UG കഴിഞ്ഞപ്പോൾ തന്നെ ബാങ്ക് കോച്ചിങ് എന്നുള്ളൊരു മൂഡായിരുന്നു. പക്ഷേ കൊറോണ കാരണം കുറച്ച് വർഷം പോയതുകൊണ്ട് എന്നാൽ പിന്നെ PG എടുത്ത് കുറച്ച് ലൈഫൊക്കെ ആക്കിയിട്ട് പതുക്കെ ജോലിക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, അങ്ങനെ വീട്ടിലും ഓക്കെയാണ്, അങ്ങനെ വന്നതാണ്. അങ്ങനെ ബാങ്ക് കോച്ചിങ്ങിന് പോയിരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് കുറച്ചുകൂടെ നല്ല SSC ആയിരിക്കും, നിനക്ക് നിൻ്റെ ക്യാരക്ടറിന് പറ്റിയ SSC ആയിരിക്കും എന്നങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ SSCയിലേക്ക് PG കഴിഞ്ഞപ്പോഴത്തേനും ഇറങ്ങി. SSC ആദ്യം ചൂസ് ചെയ്ത് മീൻസ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണോ ആദ്യം ചൂസ് ചെയ്തത്? ഞാൻ ആക്ച്വലി ആദ്യം കോഴിക്കോട് വന്നത് ഇങ്ങോട്ടല്ല. ആദ്യം ഞാൻ SSCക്ക് വേണ്ടി വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് വന്നായിരുന്നു. പക്ഷേ അവിടെ ഒരു 1.5 മാസം പോയപ്പോൾ തന്നെ അവിടുത്തെ ഒരു അവസ്ഥ പരിതാപമായിരുന്നു. അതിനുശേഷം കറക്റ്റ് ആ സമയത്ത് തന്നെ ഇവിടെ തുടങ്ങി. അങ്ങനെ അവിടെ നിന്ന് ക്വിറ്റ് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് വരികയായിരുന്നു ചെയ്തത്. 2024 ജനുവരി 2nd ബാച്ചിലാണ് ഇവിടെ ജോയിൻ ചെയ്തത്. പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട വന്നില്ല, പിന്നെ വെച്ച് കയറ്റമായിരുന്നു. ഇപ്പോൾ കുറേ എക്സാംസ് കിട്ടി. ഇപ്പം CGL ആണെങ്കിലും റെയിൽവേസ് ആണെങ്കിലും അങ്ങനെ കുറേ എക്സാംസ് ഒരുമിച്ച് ക്രാക്ക് ചെയ്യാൻ പറ്റി. കുറേ Tier 1s ആണെങ്കിലും ക്രാക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഹാപ്പിയാണ്. ഇപ്പം സക്രിലിനെ സംബന്ധിച്ച് സക്രില് BSc ഫിസിക്സ് കഴിഞ്ഞു, MSc ഫിസിക്സ് കഴിഞ്ഞു. ഞാൻ MSc ഫിസിക്സ്. ഓക്കെ. അപ്പോൾ MSc ഫിസിക്സും കഴിഞ്ഞിട്ട് അപ്പോൾ 2 പേരാണെങ്കിലും നമുക്ക് PG എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതും സയൻസിൽ വരുന്ന സമയത്ത് PhD എന്നൊക്കെ ഒരു ആറ്റിറ്റ്യൂഡിലൊക്കെ ആയിരിക്കും PG എടുത്തിട്ടുണ്ടാവുക. ആൻഡ് PG എടുത്തു കഴിഞ്ഞപ്പോഴായിരിക്കും മനസ്സിലായത് മുന്നോട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും എന്നൊരു തോട്ടിലായിരിക്കും എവിടെയെങ്കിലും മറ്റൊരു ദിശയിലേക്ക് പോകണം എന്ന് തോന്നിയത്. ആൻഡ് സക്രിലിനെ സംബന്ധിച്ച് സക്രിൽ നോക്കുകയാണെങ്കിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 1.5 മാസക്കാലം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് തിരിച്ച് SSC ഫീൽഡിലേക്ക് വരുന്നത്. അപ്പോൾ പലർക്കും ഇങ്ങനെ ജോലി ഉപേക്ഷിച്ച് വരാൻ മടിയുള്ളവരുണ്ടാകും. ആ ഒരു സേഫ് സോണിൽ തന്നെ ചെറിയൊരു ശമ്പളത്തിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് മാറിയിട്ടൊരു റിസ്ക് എടുത്ത് ലൈഫിലൊരു റിസ്ക് എടുത്തിട്ടാണ് ആ ജോലിയിൽ നിന്ന് രാജിവെച്ച് ഇങ്ങോട്ടേക്ക് SSC ഫീൽഡിലേക്ക് വരുന്നത്. ആൻഡ് തുടക്കമൊക്കെ കുറെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം എങ്ങനെയായിരുന്നു, ആരായിരുന്നു മോട്ടിവേഷൻ ഇങ്ങോട്ടേക്ക് വരാൻ? ആദ്യത്തെ ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് SSC ഫീൽഡിലേക്ക് എത്തിയത്? അതായത് ഞാൻ PG ഫിസിക്സ് ആയിരുന്നു. PG കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കുറേ അധികം പഠിക്കാനുണ്ട്. പക്ഷെ PG കാലം വൃത്തിക്ക് പഠിച്ച് നല്ല മാർക്കുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീട്ടുകാരെ കാരണം PhDക്ക് ഒക്കെ പറഞ്ഞു. ഞാൻ ആലോചിച്ചപ്പോൾ PhDക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഒരു 5 കൊല്ലം അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. ഈ 5 കൊല്ലം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതൊരു ലാബിൽ 24 മണിക്കൂറും അവിടെ കിടക്കുക, അവിടെ കുറേ സാധനങ്ങളൊക്കെ ചെയ്യുക. അതിനോട് എനിക്ക് എൻ്റെ ഒരു ലൈഫായിട്ട് എൻ്റെ ഒരു ഇതായിട്ട് മാച്ച് ആവില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 5 കൊല്ലം കഴിഞ്ഞപ്പോൾ PhD കിട്ടിയാലും വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പിന്നെ തിരിച്ച് നമ്മളൊരു പ്രഷറാണ്. അപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഈ PhDനെക്കാട്ടിയും നിനക്ക് ഒരു പക്ഷേ നന്നായിരിക്കുക ഒരു കോമ്പറ്റീറ്റീവ് ഫീൽഡായിരിക്കും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 2 കോമ്പറ്റീറ്റീവ് ഫീൽഡാണ് നമ്മൾ അവിടെ പൊതുവെ അറിയുന്നത്. ഒന്ന് PSC, ഒന്ന് SSC, പിന്നെ UPSC. UPSC എന്നെ കൊണ്ട് കൂടുതലാണെന്ന് അറിയുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. പിന്നെ PSCയിൽ എനിക്ക് പണ്ടേ വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാൻ നേരെ SSCയിലേക്ക് വന്നു. എൻ്റെ PGൻ്റെ സെം എക്സാമിൻ്റെ 4ാമത്തെ സെം എക്സാം കഴിഞ്ഞ് പിറ്റേന്ന് ഞാൻ അവിടെ വന്നിട്ട് ഇവിടെ അല്ല വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് ജോയിൻ ചെയ്തു. അന്ന് മുതൽ തുടങ്ങിയാണ്. അതായത് കഴിഞ്ഞ 2024 ജൂലൈ ലാസ്റ്റിക്കാണ് SSCയിലേക്ക് തുടങ്ങിയത്. അന്ന് തുടങ്ങിയ ജേണിയാണ്
ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ചോദ്യം, മോട്ടിവേഷൻ എന്നാൽ PG കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം 23 വയസ്സായി. 23 വയസ്സായപ്പോഴും ജോലിയില്ല, പൈസ ഇല്ല. വീട്ടുകാരോടൊക്കെ പൈസ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവർ തരുന്നതാണെങ്കിലും നമുക്ക് ഇങ്ങനെ ചോദിക്കൊരു, ഞാൻ സൈഡായിട്ട് ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു, എന്നാലും എല്ലാ ആവശ്യത്തിനുള്ളതൊന്നും കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി പൈസ ഇല്ലെങ്കിൽ നടക്കില്ല. അപ്പോൾ അതാണ് മോട്ടിവേഷൻ മെയിനായിട്ട്. ലൈഫിൽ സെറ്റിൽ ആവണം, പെട്ടെന്ന് ജോലി വേണം, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം. ആ ഒരു മോട്ടിവേഷനിലാണ് ഞാൻ SSC വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ റെഡി ആക്കി വെച്ചോ. ചോദ്യം വന്നാൽ ഉടനടി ഉത്തരം. പിന്നെന്താ വെച്ചാൽ ഇപ്പം ഒരു ജോബ് ഒഴിവാക്കിയിട്ടല്ല, ട്യൂഷൻ പാരലായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യത്തിന് നമുക്ക് ജീവിക്കാനുള്ള സാധനമൊക്കെ സാലറി ഒക്കെ കിട്ടുമായിരുന്നു. പക്ഷേ ഞാൻ ഒരിക്കലും അതിൽ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ഞാൻ കുറച്ച് അംബീഷ്യസ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാൻ ആ കിട്ടുന്ന സാലറിയിൽ ഞാൻ ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. എനിക്ക് കുറച്ചുകൂടി നല്ലൊരു സാലറി വേണം, കുറച്ചുകൂടി കുറച്ച് നാട്ടിലിറങ്ങിയ 4 ആൾക്കാർ നോക്കുന്നൊരു ജോബൊക്കെ വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും ഒരു നല്ല ഓപ്ഷനായിരുന്നു UPSCയും PSCയും SSCയും. അപ്പോൾ SSCയിൽ നോക്കി, അങ്ങനെയാണ് SSC അത് ഒഴിവാക്കിയാണ്ട് SSCയിലേക്ക് വരാനുള്ളൊരു ധൈര്യം കിട്ടിയത് ഈ ഒരു മോട്ടിവേഷനാണ്. ഓക്കെ, അപ്പം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ലൈഫിലുണ്ടായ ഒരു ചേഞ്ചിനെ പറ്റി പറഞ്ഞു. അതായത് ഇവിടെ SSC മലയാളി എങ്ങനെ ആണ് നിങ്ങളുടെ ലൈഫിനൊരു ഇമ്പാക്റ്റ് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ആൻസർ പറയുക? ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ കോളേജ് ജീവിതമൊക്കെ ശരിക്കും അങ്ങനെ അടിച്ചങ്ങ് പൊളിച്ച് നടന്ന ഒരു ലൈഫായിരുന്നു. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ റിയൽ കോമ്പറ്റീഷൻ അല്ലെ എന്താണ് റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ജീവിതത്തിൽ നല്ല ഡിസിപ്ലിൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ഇപ്പോൾ പറയുക, ഇല്ല, അതിന് റിയൽ ലൈഫ് ജീവിതങ്ങൾ മുന്നിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതായത് നമ്മളിപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വീട്ടിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ ഈ കോമ്പറ്റീഷൻ എന്താണെന്നും അതുപോലെ ഈ ജോലി കിട്ടിയവരുടെ ഒരു എന്താ പറയുക ലൈഫ് എങ്ങനെയാണെന്ന് നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റില്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ചുറ്റുപാട് ഒരുപാട് നമ്മുടെ അച്ചീവേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല ഡെയിലി പഠിക്കുന്ന കുറേ ആൾക്കാരെ കാണാൻ പറ്റും. അതെ അതെ. അപ്പോൾ അത് നല്ല മോട്ടിവേഷൻ ആയിരുന്നു. അത് മൊത്തത്തിൽ ഇപ്പം എത്രയും വേഗം ഈ എക്സാം ക്രാക്ക് ചെയ്യണം. അതായത് നമ്മൾ നോക്കുമ്പോൾ പലരും കുറേ വർഷങ്ങൾ ഇരിക്കുന്നത് കാണാം, പക്ഷെ ചിലർ പെട്ടെന്ന് ക്രാക്ക് ചെയ്ത് പോകുന്നത് കാണാം. അപ്പോൾ എപ്പോഴും ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ക്രാക്കബിൾ ആയിട്ടുള്ളൊരു എക്സാമാണ് SSC എന്നാണ് എനിക്ക് ഇവിടെ വന്നതിന് ശേഷം മനസ്സിലായത്. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ സ്ട്രെസ് ഒന്ന് കുറയ്ക്കാൻ അതാണ് അതിലേക്കാണ് ഞാൻ വന്നുകൊണ്ടിരുന്നത്. അതായത് ഇപ്പോൾ SC മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്നു കഴിഞ്ഞാൽ, ക്യാമ്പസിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും നമുക്കൊരു ഫാമിലി അല്ലെങ്കിൽ കോളേജിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു കംഫർട്ടാണ് എനിക്ക് ഇവിടെയും കിട്ടിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഫാക്കൽറ്റീസ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും നമുക്കറിയാത്ത പല ബാച്ചിലെ പിള്ളേരാണെങ്കിലും നമുക്ക് ആ ഒരു ഉള്ളിൽ നിന്നൊരു കോണ്ടാക്റ്റ് ഉണ്ടാവും. എല്ലാവരും എപ്പോഴും ചിരിച്ച് കാണിക്കുക, അല്ലെങ്കിൽ ചായ കുടിക്കാനാണെങ്കിൽ പോകുന്നിടത്തൊക്കെ നമ്മൾ ആ ഒരു ഗ്യാതറിങ്ങും ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി വൈബാണ്. അപ്പം നല്ല റിലാക്സ്ഡ് ആയിരുന്നു. പിന്നെ ഒരു ഇൻസൈഡിൽ തന്നെ നമുക്കൊരു ഫ്രണ്ട്ലി കോമ്പറ്റീഷനും കൂടെ വന്നുകൊണ്ട് നല്ല നല്ല ആംബിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ. ഇപ്പോൾ സക്കറിനെ സംബന്ധിച്ചാണെങ്കിലും സെയിം ഭയങ്കര വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഇവിടെ വന്നിട്ട് സംഭവിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന സമയത്ത് 80 മാർക്കുമായിട്ടാണ് Tier 1-ന് 80 മാർക്കുമായിട്ടാണ് സക്കറിലൂടെ കയറി വരുന്നത്. അപ്പം അവിടെ നിന്ന് GST ഇൻസ്പെക്ടറിലേക്കുള്ളൊരു യാത്ര, അതായിരുന്നു SC മലയാളിയിൽ ഉണ്ടായിരുന്ന ലൈഫ്. അപ്പം എങ്ങനെയായിരുന്നു ആ ലൈഫ് പോയിരുന്നത്? എന്നുവെച്ചാൽ ആദ്യം അനന്ത് പറഞ്ഞ പോലെ തന്നെ ഡിഗ്രിയും PG ഒക്കെ ഭയങ്കര അടിച്ച് പൊളിച്ച് ക്ലാസ്സിലൊന്നും കയറുക, അങ്ങനെ ഒരു എൻജോയ്മെൻറ്റ്, കോളേജിൻ്റെ എല്ലാ അലമ്പും കളിച്ച് അങ്ങനെ നടന്ന ഒരാളായിരുന്നു. എക്സാമിൻ്റെ ഒരാഴ്ച മുമ്പ് പഠിക്കും, പാസ്സാവും, അങ്ങനെ പോയ ഒരാളായിരുന്നു. പക്ഷേ SSCയിൽ ഇവിടെ എത്തി. ആക്ച്വലി ഞാൻ എൻ്റെ റെഗുലർ ബാച്ച് 6 മാസം ആയിരുന്നു, വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. പക്ഷെ അന്ന് ഞാൻ ശരിക്കും പഠിച്ചിട്ടില്ലായിരുന്നു. അതിവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇവിടുത്തെ മിഷൻ ബാച്ച് കയറിയതിന് ശേഷം ഞാൻ ഇവിടെ വരുമ്പോൾ രാവിലെ 5 മണിക്ക് വന്ന് പഠിക്കാൻ തുടങ്ങിയിട്ട് രാത്രി 10 മണി ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ട്. അവർ അത്രയും നേരം 10-12 മണിക്കൂർ പഠിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ടെൻഷനാണ്. ഞാനിങ്ങനെ വെറുതെ കളയുന്ന സമയത്തൊക്കെ ഇവരിരുന്ന് പഠിക്കുകയാണല്ലോ, അപ്പോൾ ഇവരിൻ്റെ മേലെ കയറാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഒരു ഡെയിലി ഷെഡ്യൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ ഒരു 6 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ട്യൂഷൻ ഉണ്ടായിരിക്കും. അത് ക്ലാസ് എടുത്തിട്ട് ഒരു 9 മണിയാകുമ്പോൾ ഇവിടെ വരും. 9 to ഒരു 8 o'clock 9 o'clock ഇവിടെ ഇരുന്ന് പഠിക്കും. വീണ്ടും രാത്രി ഒരു 10 മണിയാകുമ്പോൾ വീട്ടിലെത്തും. ഈ സൈക്കിൾ റിപ്പീറ്റ്. അപ്പോൾ ഒരു ദിവസം ഒരു 12 മണിക്കൂർ ഇരുന്ന് പഠിക്കുന്നൊരു സാഹചര്യമായിരുന്നു എനിക്ക് ഈ 1.5 വർഷക്കാലം SSC മലയാളിയിൽ.
ഇട്ട് കൊടുക്കും. ഓക്കെ ഇപ്പൊ നമ്മൾ ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടായിരുന്നു, പ്ലാൻ ചെയ്തൊക്കെ നമ്മളിനകത്ത് ഓക്കെ ഇപ്പൊ അനന്തോട്ടൻ ഓക്കെ അനന്തോട്ടന്റെ കേസ് എടുക്കുവാണെങ്കിൽ ഇപ്പൊ ഇരിക്കട്ടെ പ്രായം കുറവാണ്, പക്ഷെ ഞങ്ങൾ എല്ലാവരും എന്തായാലും അന്തമായിട്ടെന്നാണ് വിളിക്കുന്നതെന്ന് പ്രത്യേകം പറയാൻ പ്രായം കുറവാണ്. ഓക്കെ അപ്പൊ അന്തോണ്ട് ഇപ്പൊ tier 1 റിസൾട്ട് വന്ന സമയത്ത്, അതായത് ഈ തവണത്തെ tier 1 റിസൾട്ട് വന്ന സമയത്ത് നമ്മുടെ പഴയ ആ ക്രിസ്മസിന്റെ വീഡിയോയിലൊക്കെ നോക്കിയാൽ കാണാം ഇവിടെ ഇരുന്നിട്ട് ബലൂൺ പമ്പ് ചെയ്യുന്നതും മറ്റേ ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇതെല്ലാം സാധനങ്ങളൊക്കെ ഇരുന്ന് കിട്ടുന്നത്. അപ്പൊ ഭയങ്കര ഫ്രീ ആയിട്ട് ECPC ആയിട്ടിരുന്ന് പഠിച്ച ഒരാളായിട്ട് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തോന്നും ശരിക്കും അങ്ങനെ തന്നെയായിരുന്നു, ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിട്ടായിരുന്നു പഠനമൊക്കെ. പഠനമൊക്കെ ഏകദേശം നല്ല ഇപ്പൊ നമ്മൾ ഹോസ്റ്റലിലാണെങ്കിലും അത്യാവശ്യം ഫ്രണ്ട് സർക്കിളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം ഒത്തിരി പേര് ഞാൻ പലരുടെ അനുഭവത്തിൽ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ, അതായത് വേറൊരു ആക്ടിവിറ്റിയിലും ഇൻവോൾവ് ആകാണ്ട് പഠിത്തം മാത്രമായിട്ടിരുന്ന് എക്സാം അപ്ലൈ ചെയ്യാൻ മറന്നു പോയാലും എനിക്കറിയാം. അപ്പൊ അങ്ങനെ നമ്മൾ വെറുതെ നമ്മൾ അത്യാവശ്യം സ്ട്രെസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് എക്സാമിനാണെങ്കിലും ചെല്ലുമ്പോൾ നമുക്ക് വെറുതെ ആവശ്യമില്ല ടെൻഷൻ കയറും. അപ്പോൾ ശരിക്കും നമുക്ക് ഇൻപുട്ട് കൊടുക്കേണ്ടതും കൂടെ പോവുള്ളൂ. അപ്പോൾ നമ്മൾ എത്ര ഫ്രീ ആയിട്ടിരിക്കാമോ, നമ്മൾ ഇത്ര ഉള്ളൂ അല്ലെ എക്സാം എന്നുള്ളൊരു ഫീല് നമുക്ക് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ആ ഒരു സൈക്കോളജി നമുക്ക് വർക്കായി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഏത് എക്സാം ക്രാക്ക് ചെയ്യാം. അതായത് കണ്ടന്റ് നമുക്ക് വേണമെങ്കിലും നമുക്കിപ്പോൾ ഒരു 100% കണ്ടന്റുള്ള ആൾക്ക് കോൺഫിഡൻസ് തീരെയില്ലെങ്കിൽ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അതേസമയം ഒരു 70-80% കണ്ടന്റ് കയ്യിലുണ്ട്, എന്നാൽ നല്ല കോൺഫിഡൻ്റ് ആണെങ്കിൽ അയാൾ ഈസി ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്യും. ചിലപ്പോൾ അയാൾക്ക് എക്സാം എന്താണ് പ്രോബ്ലം അങ്ങനെ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ലെങ്കിൽ പോലും അയാളുടെ സ്മാർട്ട് അപ്രോച്ച് അല്ലെങ്കിൽ ഓപ്ഷൻ എലിമിനേഷനൊക്കെ അയാൾക്ക് വൃത്തിക്ക് ചെയ്യാൻ പറ്റും. അപ്പം കുറച്ചുകൂടെ എൻ്റെ ഒരു കൺസെപ്റ്റിൽ നമ്മൾ കുറച്ചുകൂടെ ഒരു ഫ്രീ മൈൻഡഡ് ആയിട്ട് എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്നതാണ് എപ്പോഴും ബെസ്റ്റ് ആണ്. ആദ്യകാലം തൊട്ടേ ഇത് ചെറുതായിരിക്കുന്ന സമയം തൊട്ടേ ഉണ്ടായിരുന്ന സ്ട്രാറ്റജി ആണോ അതോ പിന്നെ സ്കൂളിലൊക്കെ ഞാൻ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് അല്ലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ നല്ല ഇതിലാണെങ്കിലും കുറച്ചുകൂടെ ഒരു സീരിയസ് ആയിട്ട് ഇരുന്ന് സ്റ്റഡി ചെയ്ത ഒരാളായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ഇതൊക്കെ മാറി കുറച്ചുകൂടെ ഫ്രീമില്ല. പണ്ടൊക്കെ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു 21-22 വയസ്സിലെ ജോലി വാങ്ങണം അങ്ങനെ ഒരു സംഭവമായിരുന്നു. പക്ഷേ ഞാൻ 18ാമത്തെ വയസ്സിൽ തന്നെ പോണ്ടിച്ചേരിയിലേക്ക് മാറി അവിടെ ഇൻ്റഗ്രേറ്റഡ് MSc എടുത്തത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ വിഷനൊക്കെ മാറി. കുറച്ചുകൂടെ വർക്ക് ലൈഫ് ബാലൻസ് അല്ലെങ്കിൽ എങ്ങനെ ലൈഫിനെ നമുക്ക് മാക്സിമം ആസ്വദിച്ച് മുന്നോട്ടേക്ക് പോകാന്നുള്ളൊരു മോട്ടീവായി. അല്ല ഞാൻ ആ സമയത്തൊക്കെ SSB ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് അങ്ങനെ പോകാനുള്ളൊരു മോട്ടീവായിരുന്നു ആദ്യം. പക്ഷെ പിന്നെ ലൈഫിനോടുള്ള കാഴ്ചപ്പാട് മൊത്തത്തിൽ മാറി. എൻജോയ് ചെയ്ത് എന്നാൽ ഒരു 25 വയസ്സാകുമ്പം സെറ്റിൽ ആവണോ എന്നുള്ളൊരു മൈൻഡായിരുന്നു. അച്ഛനോട് ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് 25 വയസ്സൊക്കെ ആയിട്ട് ഞാൻ ജോലിക്ക് പോകുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, അത് മതി, നീ നിൻ്റെ ലൈഫ് എൻജോയ് ചെയ്തിട്ട് മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു കുറേ വർഷങ്ങളായിട്ട് ആ ഒരു മൂട്ടിയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഇപ്പം എത്രയോ വയസ്സ്? ഇപ്പം കറങ്ങി ഇപ്പം 26. അപ്പോൾ സെക്കൻഡിൽ പറയുകയാണെങ്കിൽ സെക്കൻഡിൽ കഴിഞ്ഞ ടയർ 1 80 ആയിരുന്നു. ഈ ടയർ 1 ഇപ്പോൾ ഒരുപാട് കുട്ടികൾ പറയുന്നത് സാർ എനിക്ക് മോക്കിന് മാർക്ക് കയറുന്നില്ല, എനിക്ക് എക്സാമിന് മാർക്ക് കയറുന്നില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ അവരുടെക്ക് പറയാനുള്ള ബെസ്റ്റ് എക്സാമ്പിളാണ് കഴിഞ്ഞ ടയർ 1 മാർക്ക് 125 അല്ലേ? 125 കഴിഞ്ഞ ടയർ 1 ഈ കഴിഞ്ഞ 125 ആയിരുന്നു. അപ്പോൾ 125 കിട്ടിയപ്പോഴേക്കും എനിക്ക് തോന്നുന്നു ആദ്യം കുറച്ച് ഡെസ്പായിരുന്നു അല്ലേ? ഡെസ്പായിരുന്നു. പക്ഷെ ഇപ്പോ JC ഇൻസ്പെക്ടർ ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഡെസ്പായിരുന്നു മാത്രമല്ല കൺസിസ്റ്റന്റ്ലി ഇവിടെ വന്നിട്ട് സപ്തർ സാറോടാണെങ്കിലും നമ്മളോടാണെങ്കിലും ഒക്കെ എങ്ങനെയായിരുന്നു പറയുമായിരുന്നു, പഠിക്കുന്നില്ല കാരണം പഠിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് തീരെ ഒഴിവാക്കാൻ നിന്നൊരാളായിരുന്നു. അങ്ങനെയുള്ള ഒരു കാണേണ്ട ഒരു ഇതാണ് എന്താണെന്ന് പിന്നീട് സംഭവിച്ചെന്നുള്ളത്. പിന്നീട് പറ ഈ 125 പഠിക്കുന്നില്ല എന്നൊരു ഇതെന്ന് എങ്ങനെയാണ് ഇപ്പൊ JC ഇൻസ്പെക്ടർ വരെ എത്തി നിൽക്കുന്നതിൻ്റെ ഒരു ജേർണി പറ. അത് ടയർ 1 കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഫസ്റ്റ് ഷിഫ്റ്റ് ആയിരുന്നു. FDFS ആയിരുന്നു. അത് ആ ഷിഫ്റ്റ് വന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിലായി കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ആ മൈൻഡ് വെച്ചിട്ടാണ് ഞാൻ വേണ്ട എക്സാം എഴുതിയത്. ഫസ്റ്റ് ഞാൻ ഇംഗ്ലീഷ് അറ്റംപ്റ്റ് ചെയ്തു, അറിയുന്നില്ല. ഫസ്റ്റത്തെ 5 ഞാൻ സ്കിപ്പ് ചെയ്തു, 5 അറിയുന്നില്ല. ആദ്യം എനിക്ക് വന്ന കോംപ്രിഹെൻഷൻ ആയിരുന്നു, അതിൽ നിന്ന് തന്നെ കയ്യിൽ നിന്ന് പോയി. അത് പോയി. പിന്നെ മാത്സ് ആണ് എൻ്റെ സ്ട്രോങ് ഹോൾഡ്. മാത്സ് ഒരു 2 ദിവസത്തിനെങ്ങാനും കിട്ടിയില്ല, അപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ തന്നെ എനിക്ക് ശേഷം ഉറപ്പായി ഇക്കൊല്ലം CGയിൽ കയ്യിൽ നിന്ന് പോയി. പിന്നെ മാർക്ക് വന്നപ്പോൾ ഞാൻ മാർക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് എങ്ങനെയാണ് നോക്കിയത്. അത് ഞാൻ നോക്കിയില്ല, വേറെ ഒരാൾക്കൊണ്ട് നോക്കിപ്പിച്ചാ. 100ന്റെ മേലുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ പറയണ്ട. ഞാൻ വേറെ ഏതെങ്കിലും നമ്പർ എൻ്റെ വായ നിർത്ത് ഞാൻ പറഞ്ഞോണ്ട് 100ന്റെ മേലെ 110 ഞാൻ ഒരു നമ്പർ ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. എത്രയായാലും 100ന്റെ താഴെയാണ് ഞാൻ 110 എല്ലാവരും പറഞ്ഞു നടക്കും, അല്ലെങ്കിൽ മോശമാണല്ലോ. ഇത്രയും കാലം പഠിച്ചിട്ടൊന്നും കിട്ടിയില്ല. അപ്പം നോക്കിയപ്പോൾ 125 ഉണ്ട്, സമാധാനം. പക്ഷെ എന്താ വെച്ചാൽ ടയർ 1 ക്വാളിഫൈ അവിടെ മാർക്കില്ല. പിന്നെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ടഫസ്റ്റ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ എന്നാലും കയറാൻ ഞാൻ 125 ഇപ്പം എങ്ങനെ പോയാലും 150 അടുത്ത് നിർത്തുമല്ലോ. അങ്ങനെ വിചാരിച്ച് സബ്ദർ സാറോട് പോയതുകൊണ്ട് പറഞ്ഞ് സാറേ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ, ഞാനിപ്പോൾ
ബാങ്ക് കോച്ചിങ്ങിന് പോകണോ അതോ കോച്ചിങ്ങിന് പോകണോ അതോ ഇനിയിപ്പോൾ ഒരു IB ഇൻ്റർവ്യൂ വരുന്നുണ്ട് അതിനു വേണ്ടി പഠിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു IB ഇൻ്റർവ്യൂക്ക് ഒരു ആഴ്ച മുമ്പ് പഠിച്ചാൽ മതി, നീ ഇപ്പം അത്രയും കാലം SSC പഠിച്ചില്ലേ, അപ്പോൾ SSCക്ക് തന്നെ നോക്കി. റിസൾട്ട് ഇപ്പോൾ കിട്ടുമോ കിട്ടാതിരിക്കും, എന്തായാലും നീ അടുത്തെല്ലാം ഇക്കൊല്ലം കൊണ്ട് നിർത്തുമല്ലോ, അടുത്തെല്ലാം വീണ്ടും എഴുതില്ല ഇക്കൊല്ലം കിട്ടിയില്ലെങ്കിൽ. അപ്പോൾ എന്തായാലും ഇക്കൊല്ലം Tier 1 കിട്ടും എന്നുള്ളത് വിചാരിച്ചാണ് Tier 2 പഠിക്കും. അങ്ങനെ സാറ് അന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ പഠിക്കില്ലായിരുന്നു, ചിലപ്പോൾ വേറെ ഏതെങ്കിലും എക്സാമിൻ്റെ ബാക്ക് പോയി അതും ഇല്ല ഇതും ഇല്ല എന്നൊരു അവസ്ഥയായിരുന്നു. സാർ അന്ന് ഒറ്റ ഡയലോഗ് അടിച്ചതിൻ്റെ പുറത്താണ് ഞാൻ നമ്മുടെ GST ഇൻസ്പെക്ടറായിട്ട് കയറിയിരിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ കയറി ഇരിക്കുകയില്ല. പിന്നെ എന്നും Tier 1 കഴിഞ്ഞ് ഒന്നാമത് ഈ Tier 1 മാർക്കില്ല എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. പിന്നെ Tier 2 മോക്കൊന്നും അടിക്കുമ്പോൾ മാർക്ക് ഉണ്ടാവില്ല. അപ്പോൾ എന്നിങ്ങനെ വന്നാൽ സാറിന് കംപ്ലയിൻ്റ് അറിയും, മാർക്കില്ല. സാറിന് വിചാരിക്കണ്ടോ എന്ന് തന്നെ കേൾക്കണം എന്ന് പറയാൻ സാധനം തന്നെ സാറ് പറയാം, മാർക്ക് കൂടും എന്നിട്ട്. പക്ഷേ ആ ഒരു ടൈം എന്നെ SSC വേണ്ടി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു സ്ട്രെസ് ബസ്റ്ററായിട്ട് ഇവിടുത്തെ ആൾക്കാർ, ഇവിടുത്തെ എൻ്റെ പിയർ ഗ്രൂപ്പ് ആണെങ്കിലും ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആണെങ്കിലും ഷാക്കിനോട് വരെ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് മാർക്കൊന്നും കയറുന്നില്ല എന്താ ഇപ്പോൾ ചെയ്യുക. അതേപോലെ നമ്മുടെ അക്ഷയ് സാറോട് എന്ന് വരുമ്പോൾ ഞാൻ പറയും, പിന്നെ ബാസിൻ സാറ് സാറേ എന്താ മാർക്ക് തന്നില്ല സാറേ, സാറേ എന്താ മാർക്ക് തന്നില്ല, പിന്നെ ബാസാർ കാണുമ്പോൾ പറയും മാർക്ക് തരുന്നില്ല അല്ലേ, റെഡിയാവും പിന്നെ ബാസാറ് റെഡിയാവും. ബാസി സാറ് ഇപ്പോൾ മാർക്ക് ഇപ്പോൾ എന്താ മാർക്ക് പറയാം, മാത്സ് ആണോ, മാത്സ് സാറ് വീട്ടിൽ പോകാൻ തിരക്കിട്ട് പോവുകയാണെങ്കിൽ ആ ചായ അടിക്കുന്ന സമയത്ത് ഞാൻ ചായ അടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ബാസി സാറോട് സാറേ 2 ക്വസ്റ്റ്യൻ കിട്ടിയിട്ടില്ല ഞാൻ അയച്ചരാം, എന്തിനാ അയക്കുന്നത് ഇപ്പോൾ നോക്കാറുണ്ട്, അവിടെ ഇരുന്ന് നോക്കിയ പറഞ്ഞു തന്നിട്ട് ഒരു ബസ്സൊക്കെ പോയിട്ടോ എന്നാലും അപ്പോൾ പറഞ്ഞിട്ടേ പോവുള്ളൂ. അപ്പം ഇനി അനന്തേട്ടനോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു Tier 1 ഇവിടുത്തെ ടോപ്പ് സ്കോറേഴ്സിൽ ഒരു ടോപ്പ് 5 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അനന്തേട്ടനോട് ഉണ്ടായിരിക്കും. 167 എന്നും കണ്ടായിരുന്നു അല്ലെ, 166 ഉണ്ടായിരുന്നു. അപ്പൊ അനന്തേട്ടൻ എന്തായാലും ഓൾറെഡി നല്ല കോൺഫിഡൻസ് ആയിരുന്നു മാർക്ക് വന്നപ്പോഴേ. അനന്തേട്ടനൊരു ഇനി Tier 2 ഇത് പോൾക്കായിരുന്നു 167 ഉണ്ട് എന്ന് മീൻസ് ആ ഒരു കോൺഫിഡൻസ് ആയിരുന്നു ബാക്കിയുള്ള പഠിച്ചത്. അത് ആ സമയത്ത് ശരിക്കും ആ GK എന്ന് പറഞ്ഞ സാധനം എല്ലാവർക്കും ഒരു പ്രശ്നമായി വന്നായിരുന്നല്ലോ. അപ്പോൾ ഞാൻ GK അധികം ഫോക്കസ് ചെയ്യണ്ട, ഇംഗ്ലീഷിൻ്റെ എക്സ്ട്രാ ടോപ്പിക്ക് പഠിക്കാന്നുള്ളൊരു മൈൻഡിൽ ഞാൻ അത് അപ്പൊ ബാക്കിയൊന്നും പ്രശ്നമില്ല. ഞാൻ നേരത്തെ തന്നെ Tier 1 മുന്നേ തന്നെ Tier 2 സെക്ഷൻ 1 ചെയ്ത് ശീലിച്ചുകൊണ്ട് എനിക്ക് സെക്ഷൻ 1 വലിയ പ്രശ്നമില്ലായിരുന്നു. അപ്പൊ ഇംഗ്ലീഷും GK ഒന്ന് റെഡി. GK ശരിക്കും അധികം ഫോക്കസ് കൊടുക്കണമെന്ന് വെച്ചാൽ ഞാൻ എക്സ്ട്രാ ടോപ്പിക് ഒക്കെ നല്ല വൃത്തിക്ക് പഠിച്ചുകൊണ്ട് പോയി. ഐറൺ മിസ്സിന്റെ ക്ലാസ് ഒക്കെ ഞാൻ വൃത്തിക്ക് കണ്ട് സെറ്റാക്കി പോയി. ഒറ്റ ചോദ്യം പോലും ചോദിച്ചില്ല, നല്ല പഴം പോലത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇംഗ്ലീഷിന് ചോദിച്ചത്. Tier 2 ബാച്ചിന് ഞാൻ ഇംഗ്ലീഷിന്റെ ക്ലാസ് മാത്രം എൻ്റെ ട്യൂഷനൊക്കെ ഒഴിവാക്കിയാണ്ട് 4 പേരോട് 5 പേരോടും ക്ലാസ് ഒക്കെ ഒഴിവാക്കിയാണ് ഞാൻ ഇവിടെ ഐറൺ മിസ്സിന്റെ ക്ലാസ് കേൾക്കാൻ വരുമായിരുന്നു. Tier 1 ഇത്രയും ഡെപ്തിൽ ചോദിച്ചിട്ട് Tier 2 വരുന്ന സമയത്ത്, കാരണം ഒലിവ് ബോർഡിലെ മോക്ക് ടെസ്റ്റുകൾ എടുക്കുന്ന സമയത്ത് അത്രയും ഡെപ്തിലാ ക്വസ്റ്റ്യൻ പോകുന്നത്. ഓഫ്കോഴ്സ് എന്തുണ്ട് ക്വസ്റ്റ്യൻ ഒന്നുപോലും വന്നില്ലെങ്കിലും പോകുന്ന എക്സാം ഹോളിലേക്ക് പോകുന്ന സമയത്ത് നമുക്കൊരു കൈൻഡ് ഓഫ് കോൺഫിഡൻസ് ഉണ്ട്, എനിക്കിത് അറിയാം, വന്നു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യും എന്നൊരു കോൺഫിഡൻസ്. അത് ശരിയാണ്. അത് ഭയങ്കര എക്സാമിന് എൻ്റെ ഒരു വീഡിയോ ഉണ്ട്. എക്സാമിന് പോകുന്നതിന് മുന്നേ മറ്റേ ആൾക്കാർ നമ്മുടെ ഹോസ്റ്റൽ മേറ്റ്സ് ഞാനിങ്ങനെ ഇറങ്ങി വരുമ്പോ മറ്റേ കാട്ടേറും കൊമ്പ എന്ന് പറഞ്ഞൊരു സാധനം പാട്ടൊക്കെ ഇട്ടിട്ട് അത്ര കോൺഫിഡന്റ് ആണ് ഞാൻ Tier 2 എക്സാം എഴുതാൻ പോയത്. എന്താണെന്ന് വെച്ചാൽ അത്ര ആ ഇംഗ്ലീഷ് ഒക്കെ ആണല്ലോ, ഒരു ടോപ്പിക്ക് പോലും വിടാണ്ട് നല്ല നീറ്റായിട്ട് കംപ്ലീറ്റ് ചെയ്താൽ പക്ഷെ ഒന്നും പോലും ചോദിച്ചില്ല. അത് നമ്മുടെ അവസാനം വിചാരിച്ചു കമ്പ്യൂട്ടർ കഴിഞ്ഞപ്പോ വിചാരിച്ചു കൊമ്പനും പോയി നെറ്റിമട്ടും പോയി എല്ലാം പോയി. പിന്നെന്താ ഭാഗ്യത്തിന് എക്സാം റിസൾട്ട് കിട്ടി. എൻ്റെ ഇംഗ്ലീഷ് പൊതുവെ എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ എന്തായാലും ഫ്രേസും ക്ലോസും പഠിക്കണം. ഇല്ല ഐറൺ മിസ്സിന്റെ ക്ലാസ് പറഞ്ഞോ മലയാളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഇംഗ്ലീഷ് ക്ലാസ് ആണ്. മലയാളത്തിൽ കിട്ടാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് ഇംഗ്ലീഷ് ക്ലാസ് ആണ്. അല്ല, എനിക്ക് ഐറൺ മിസ്സിന്റെ ക്ലാസ്സിലിരിക്കുക പറയുമ്പോൾ അതുവരെ തൊള്ളും കഴിയിട്ടാണ്ട് എടാ പോടാ തിണ്ടിന്ന് വിളിച്ച് നടക്കുന്ന ആള് ക്ലാസ്സിലിരുന്നാണ്ട് അവിടെ വേണ്ടി ഞാൻ മിസ്സേന്ന് വിളിക്കണം, ഇയാൾ പറയുന്നത് കേൾക്കണം, ചിരിക്കാതെ ഇരുന്ന് ക്ലാസ് കേൾക്കണം. അതായത് എൻ്റെ ഏറ്റവും വലിയൊരു ടാസ്ക്. പക്ഷേ നല്ലപോലെ ഞാൻ ക്ലാസ് ഇരുന്നു കേട്ടോ.
ചിരിച്ചിട്ടൊന്നുമില്ല. ചിരിയൊക്കെ എന്തുണ്ടെങ്കിലും അത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു ഏറ്റവും നല്ലൊരു പോസിറ്റീവ് കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. കാരണം സ്റ്റുഡൻസ്, ഫാക്കൽറ്റി മെമ്പേഴ്സ് ഉള്ളൊരു ഇവിടെ അവിടെ എല്ലാവരും ഫ്രണ്ട്സ് ആയിട്ട് നമുക്ക് എന്ത് ഓപ്പൺ ആയിട്ട് എന്ത് സംശയമാണല്ലോ എന്ത് കാര്യങ്ങളാണല്ലോ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. അപ്പൊ ആ ഒരു എന്താ പറയുക ബോണ്ട് നന്നായിട്ട് ഇവിടെ ഉള്ളത് എല്ലാവർക്കും ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. സ്ട്രെസ് ഫ്രീ ആവുന്നുണ്ട്. അത് ഒരു നല്ലൊരു കാര്യമാണത്. അല്ല ചിലവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കര. ഞാൻ ഇതിനു മുമ്പ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെ കുറച്ചും കൂടി എന്താ പറയുക, ഇപ്പം എൻ്റെ അടുത്തൊരു മെറ്റീരിയൽ ഉണ്ട്. ഞാൻ ഈ പർമർ, ടെക്സ്റ്റ് ബുക്ക് ഇതിനെപ്പറ്റി അറിയുന്ന ഇവിടെ വന്നിട്ടാ. അവിടെ ബാക്കിയുള്ള അടുത്ത് ഉണ്ടായിരിക്കും, പക്ഷെ അവരെന്നോട് ഇത് പറഞ്ഞില്ല. പക്ഷേ ഈയിടെ SSC മലയാളിയിൽ ഫസ്റ്റ് ഡിസ്കഷൻ്റെ അന്ന് എന്നോട് വേറെ കുട്ടി നമ്മളെ ലില്ലി ഇല്ലേ, ലില്ലി പറഞ്ഞാണ് ഇങ്ങനെ ഒരു പർമർ പറഞ്ഞ സാധനം ഉണ്ട്, ഇത് വെച്ചാണ് ഞാൻ പഠിക്കാറ്. അപ്പോൾ എനിക്ക് അയച്ചെന്ന്. അങ്ങനെയാണ് ഞാൻ അത് പഠിച്ചത്. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള, എനിക്കും കിട്ടണം എന്നാൽ ബാക്കിയുള്ളവർക്കും കിട്ടണം, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ബാക്കിയുള്ള ചില സെന്ററിൽ അത് അങ്ങനെ അല്ലാന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു SC മലയാളിയുടെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ട്, അതായത് ഇപ്പൊ ഫാക്കൽറ്റീസിനെ പറയുന്നുണ്ട്, അതിനേക്കാളും ഉപരിയായിട്ട് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കുട്ടികൾ ഭയങ്കര അടിപൊളി പിയർ ഗ്രൂപ്പ്. അതായത് ഓരോ ബാച്ച് എടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെയൊക്കെ നല്ല കുട്ടികളെ കാണാൻ പറ്റും, നല്ല അതായത് ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള സ്റ്റുഡൻസിനെ കാണാൻ പറ്റും. അപ്പോൾ സക്രലിന്റെ ഇപ്പൊ SC മലയാളിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് കോളേജ് വരാത്തകളൊക്കെ ഇങ്ങനെ പ്രണയത്തിന്റെ ഉള്ള ഒരു സ്പേസ് ആണെങ്കിൽ SC മലയാളിയുടെ അതായത് സ്കൈ ടവറിന്റെ ആ 8 നിലയിലും പോയി കഴിഞ്ഞാൽ സ്റ്റെപ്പിന്റെ സൈഡിൽ നിന്നായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹിസ്റ്ററി കേൾക്കാം, പൊളിറ്റി കേൾക്കാം, അങ്ങനെ ഡിസ്കഷൻസ്, GK കേൾക്കാം, ഇംഗ്ലീഷ് കേൾക്കാം. കംപ്ലീറ്റ് SSCയുടെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിരുന്നു സ്കൈ ടവർ കംപ്ലീറ്റ്. അപ്പൊ സെക്കൻഡ് ഫ്ലോർ എന്റേതായിരുന്നു. ഗ്യാപ്പ് ഉണ്ടായിരുന്നു അവിടെ. ഞാന് ക്ലോഡിയ കുറച്ച് പേരായിരുന്നു സ്ഥിരമായിട്ടിരിക്കും. ഒരു ഉച്ചയ്ക്ക് 2:30 മുതൽ അങ്ങ് ഇരിക്കും, ഒരു വൈകുന്നേരം 6-7 മണി വരെ. എനിക്ക് തോന്നുന്നു രാവിലെ എല്ലാവരും നിങ്ങൾ ലൈബ്രറിയിൽ നിന്ന് പഠിക്കും, അതിനുശേഷം അവിടെ ഗ്രൂപ്പ് സ്റ്റഡി പറ്റില്ല എന്നൊരു സ്റ്റേജ് വരുമ്പോഴേക്കും നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങും. പിന്നെ എനിക്ക് തോന്നുന്നു ആ കമ്പൈൻ സ്റ്റഡി പഠിക്കുക മാത്രമേ നമുക്കൊരു നമ്മുടെ സ്ട്രെസ് റിലീഫ് ചെയ്യാനുള്ള ഒരു ടൈമും കൂടിയാണ് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ രാവിലോട്ട് എന്തോട്ടാ ഞാൻ ഉദ്ദേശിച്ചത് കുടുംബശ്രീ ഇപ്പൊ റെഡിയായി. ഈ ഡിസ്കഷനെ പറ്റി ആദ്യമായിട്ട് എന്നോട് പറയുന്ന അമല. അപ്പൊ അമല് ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ അമല് ഞാൻ SSC ആണ് പോകുന്നത് പറഞ്ഞു. അപ്പൊ അമല് പറഞ്ഞു SSC മലയാളിക്ക് പറഞ്ഞു അവൾ ഡിസ്കഷനൊക്കെയാണ്, ക്ലാസ്സിനെക്കാട്ടി ഒരു ഡിസ്കഷനാണ്. ഞാൻ എല്ലാ പറഞ്ഞു ഞാൻ എല്ലാം പറഞ്ഞ് SSC മലയാളി ഞാൻ ഒഴിവാക്കി. ഞാൻ മറ്റോടത്ത് പോയി ചേർന്ന് അവിടെ കുറച്ച് റെഗുലർ ബാച്ച് ഞാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പൈസ പോയി. ഇല്ല, അവിടെ ക്ലാസ്സിനെ പറ്റി ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ അവിടെ ഞാൻ പറഞ്ഞു, അവിടെ നിന്ന് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ആ ഡിഫറൻസ് മനസ്സിലായി. ഗൈഡൻസ് നമുക്കൊരു ഇപ്പോഴും ഒരു ഫൈനൽ ഫിനിഷിംഗ് കിട്ടണമെങ്കിൽ റൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാലേ അത് കിട്ടുള്ളൂ. ആ അമലിനോട് ഞാൻ ആ ഡിസ്കഷനെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അവിടെ വരാത്ത ആള് SSC മലയാളിയിൽ വന്നതിന് ശേഷം ഇപ്പം ഞാൻ എൻ്റെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഞാൻ ഇപ്പം എൻ്റെ ബാച്ചിൽ പിള്ളേരോട് പറയുന്നതാണ്, മക്കളെ ഡിസ്കസ് ചെയ്ത് പഠിച്ചോ, GK ഇംഗ്ലീഷൊക്കെ ഡിസ്കസ് ചെയ്ത് പഠിച്ചോ, എന്നാലേ കാര്യമുള്ളൂ. എനിക്ക് തോന്നുന്നു വിഷുമാന സമയത്ത് ഗ്രൂപ്പ് ആക്കാൻ വേണ്ടി ഗ്രൂപ്പ് ആക്കി ഇരിക്കുമ്പോഴേക്കും വരും, അത് എന്നെ എടുത്ത് ഗ്രൂപ്പിലായിടുന്നത് ഗ്രൂപ്പിലിടുവോ എന്നൊക്കെ ചോദിച്ചു വരാറുണ്ടായിരുന്നു. ഞാനിപ്പോ ഓർക്കുന്നുണ്ട് ആ സമയത്ത് Tier 2 മാർക്ക് വന്നപ്പോഴേക്കും ഈ പോസ്റ്റ് പ്രിഫറൻസ് നമുക്കറിയാം. ഓൾമോസ്റ്റ് എല്ലാവരും ഭയങ്കര ഒരു എന്താ പറയുക കാൽക്കുലേഷൻ ആയിരുന്നു, പോസ്റ്റ് പ്രിഫറൻസ് വെക്കുന്നതിനെ പറ്റിയുള്ള ഒരുപാട് കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. അപ്പം നോർമലി നിങ്ങൾക്ക് ആ ഫസ്റ്റ് Tier 1 കിട്ടിയ മാർക്ക് വെച്ച് എന്താ GST ഇൻസ്പെക്ടർ കിട്ടുമോ എന്നുള്ളത് ഒരു ഡൗട്ടായ ലക്ഷണം. പക്ഷേ GST ഇൻസ്പെക്ടർ കിട്ടി. അപ്പോൾ ആ കാൽക്കുലേഷൻ നീ ചെയ്തത് എങ്ങനെയായിരുന്നു? Tier 2 മാർക്ക് വന്നപ്പം 312 മാർക്കായിരുന്നുള്ളത്. ഞാൻ നോക്കുമ്പോൾ ഒരു ടാക്സ് അസിസ്റ്റന്റ് ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ ചോദിക്കുമ്പോൾ പറഞ്ഞോണ്ടിരുന്നേ കിട്ടില്ല എന്ന്. അതിനെ കിട്ടിയില്ലെങ്കിലും റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് എക്സ്പെക്ട് ചെയ്തായിരുന്നു എന്ന് പറഞ്ഞ ആളാണ്. കുഴപ്പമില്ല, പറഞ്ഞു. അല്ല, അത് പിന്നെ നമ്മള് എക്സാം കഴിയുമ്പോൾ എല്ലാവരും പൊതുവെ പറയുന്നതാണല്ലോ ടഫാണെന്നല്ലേ, ഞാൻ പറഞ്ഞതുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ച ടാക്സ് അസിസ്റ്റന്റ് ലെവൽ 4 സാധനം കിട്ടും, പോസ്റ്റ് കിട്ടും. അപ്പോൾ അതാണ് പ്രതീക്ഷിച്ചിരുന്നത്. കമ്പ്യൂട്ടർ പാസ്സായിട്ടുണ്ട്. അപ്പോൾ അത് കമ്പ്യൂട്ടർ ആയിരുന്നല്ലോ പ്രാവശ്യം എല്ലാവരും പ്രശ്നം. അപ്പോൾ അതേ ഷോക്കായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ പോസ്റ്റ് പ്രിഫറൻസ് ഒക്കെ എടുത്തു. ഫസ്റ്റ് ASOME അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ASOME വെച്ചു, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ വെച്ചു, GST ഇൻസ്പെക്ടർ വെച്ചു, എക്സാമിനർ വെച്ചു, PO വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ ലെവൽ 4 നമ്മളുടെ ടാക്സ് അസിസ്റ്റൻ്റ് വെച്ചു. അങ്ങനെ ഇത് വെച്ചിരുന്നു. ഞാൻ അതൊക്കെ സെറ്റാക്കി സഫ്ദർ സാറെ ക്യാബിനിൽ പോയി, സാറേ ഇതാണ് എൻ്റെ പോസ്റ്റ് പ്രിഫറൻസ് കാരണം സാറ് കൊടുത്തു. സാർ ഇങ്ങനെ നോക്കേണ്ട കാരണം ഇതിപ്പോൾ ലെവൽ 4 നീ 5ാമത് വെച്ച്
അപ്പോൾ 5ാമത് വെക്കുന്നു, 50 ലാസ്റ്റ് വെക്കുന്നു, ഒരേപോലെയാണ്. പിന്നെ ഈ പോസ്റ്റ് പ്രിഫറൻസ് ടാക്സസിൻ്റെ വെച്ചതിന് ശേഷം അതിന് താഴെയാണ് ഞാൻ ലെവൽ 7 ഒക്കെ വെച്ചിരുന്നത്, ബാക്കി AS ഒക്കെ. അത് പറഞ്ഞു ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ല, അപ്പോൾ ലെവൽ 7 നിനക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിലും കിട്ടാൻ പോകുന്നില്ല, ലെവൽ 4 കയറിപ്പോവും. അപ്പോൾ സാർ പറഞ്ഞു നിനക്ക് ഏറ്റവും ടോപ്പ് മാർക്ക് ഒരു 350 മാർക്ക് കിട്ടുകയാണെങ്കിൽ നീ എങ്ങനെ വെക്കുമോ അതേപോലെ വെക്ക്, എങ്ങാനും ബൈ ചാൻസിൽ മാർക്ക് കയറിയാലോ. അപ്പോൾ കമ്പ്യൂട്ടറിന് മാർക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ സാർ പറഞ്ഞു അങ്ങനെ കിട്ടുമായിരുന്നെങ്കിൽ എങ്ങനെ വെക്കുമായിരുന്നോ അങ്ങനെ പോസ്റ്റ് പ്രിഫറൻസ് വെക്കുക, ഇപ്പം മാർക്ക് നോക്കണ്ട, നല്ല മാർക്ക് കിട്ടിയായിരുന്നു എങ്ങനെ വെക്കുമായിരുന്നു അങ്ങനെ വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നേരെ സാധനം മാറ്റി ഫുള്ള് റീഅറേഞ്ച് ചെയ്തു. ലെവൽ 7 മൊത്തം ആദ്യം വെച്ചു, ലെവൽ 6 ലെവൽ 5 അങ്ങനെയാണ് വെച്ച്. ലാസ്റ്റ് ഫൈനൽ ആകുമ്പോഴേക്കും നല്ല ചേഞ്ച് വന്ന് എനിക്ക് ശരിക്കും നീ എക്സ്പെക്ട് ചെയ്തിരുന്നോ? ഞാനൊരു ജോലി കിട്ടുന്നുള്ളത് അറിയായിരുന്നു, പക്ഷേ ലെവൽ 7 കിട്ടുന്നുള്ളത് കൺസിസ്റ്റന്റ്ലി സക്കിൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമായിരുന്നോ? കാൽക്കുലേറ്റ് അത് ലാലേട്ടനെയും കൂട്ടിയിരുന്നിട്ട് കൃഷ്ണലാൽ നിങ്ങൾ രണ്ടാളും കൂടി എന്തായിരുന്നു നിങ്ങളുടെ കാൽക്കുലേഷൻ? എന്തായിരുന്നു? ഞങ്ങളെന്താ വെച്ചാല് ഏതെങ്കിലും ഒരു ജോബ് കിട്ടൂല എന്നുള്ളതായിരുന്നു ഞങ്ങളെ ഫസ്റ്റത്തെ കൺസേൺ. അപ്പോൾ ഞങ്ങൾ വെച്ച് നോക്കുമ്പോൾ കൃഷ്ണലാലാണെങ്കിൽ പിന്നെ കുറേ ഡാറ്റ ഒക്കെ ഉണ്ട്. ഈ ഡാറ്റയും കുറേ ഇതിലൊക്കെ ഇട്ടാണ്ട് കുറേ ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ നോക്കിയാണ്ട് അവൻ കുറേ ഡാറ്റയൊക്കെ കൊണ്ടുവന്നാണ്ട് അത് ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ നമുക്ക് മിനിമം ലെവൽ 4 ഷുവറാണ്. ഇനിയിപ്പോൾ അല്ലെങ്കിൽ അത്രയും ഭാഗ്യമില്ലാതായിരിക്കണം, ഇനിയിപ്പോൾ മാർക്ക് കുറയണം, അല്ലെങ്കിൽ ലെവൽ 4 ഷുവറാണ്. ഇനി മാത്സിന് എനിക്ക് 2-3 ക്വസ്റ്റ്യൻസ് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു, ക്യാൻസലാക്കും, പിന്നെ ഒരു ക്വസ്റ്റ്യൻ തെറ്റുണ്ടായിരുന്നല്ലോ, ഓപ്ഷൻ തെറ്റുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കയറി വരുമ്പം എങ്ങനെയാണ് ഞങ്ങൾക്ക് 2 പേർക്കും കുറച്ചൊരു മാർക്ക് കയറും. അപ്പോൾ എന്തായാലും ലെവൽ 6 തന്നെ കിട്ടുമായിരിക്കും. അപ്പോൾ ഞങ്ങൾ ലെവൽ 6 ആയിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ഞാനും 2പേരും സെയിം മാർക്കായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ലെവൽ 6 കിട്ടും, പക്ഷേ കിട്ടുന്നവരോടും പറയണ്ട, നമുക്ക് ലെവൽ 4 പറഞ്ഞു നടക്കാം, അങ്ങനെയായിരുന്നു മൈൻഡിൽ. പക്ഷേ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് മാത്സിൽ കുറച്ചധികം മാർക്ക് കയറിയിട്ടുണ്ട്. 10 മാർക്കോളം മാർക്ക് അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ലെവൽ 7 റാങ്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞു. ആദ്യത്തെ റാങ്ക് 10,000 അറൗണ്ട് ആയിരുന്നു, അത് ഏകദേശം 3000 വന്നു. അപ്പോൾ അത്രയും മാർക്ക് കയറിയിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് റിസൾട്ട് നമ്മൾ അറിഞ്ഞത് അനന്തേട്ടനെയാണ്. കാരണം റിസൾട്ട് വന്നപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. നമ്മൾ ആ വീഡിയോ ഒക്കെ ഇട്ട് നമ്മൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തതാണ്. ഓൾമോസ്റ്റ് ആൾക്കാർ കണ്ടായിരുന്നു. ഒന്നും കൂടി ഞാൻ ചോദിക്കാം, ഞാനത് നേരിട്ട് കണ്ട ഒരാളാണ്, വ്യക്തിയാണ്. എന്നാലും ആ സമയത്ത് എന്താണ് മനസ്സിൽ റിയലായിട്ട് ആ സംഭവിച്ചു പോയ ഒരു ആ നിമിഷം എന്താണ് തോന്നിയത്? ആ നിമിഷം എന്ന് വെച്ചാൽ ഒരു പ്രൗഡ് മൊമെൻറ്റിനെ ഉപരി നോക്കിയാൽ എനിക്ക് ഭയങ്കര ഇമോഷണലായിട്ടൊരു മൊമെൻ്റ് ആയിരുന്നു അത്. അതായത് നമ്മൾ അത്രയും നാൾ നമ്മൾ ഒന്നുമില്ല, നമ്മളൊരു 0 ആയിരുന്നു. നമുക്ക് വേറെ പറയപ്പെടുന്ന പ്രൊഫൈലോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ ജസ്റ്റ് ഇവിടെ വരുന്നു, ഇപ്പോൾ ഇവിടെ മെൻറ്ററാണ്, അല്ലാണ്ട് നമുക്കൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് ആ ഒരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞപ്പം ലിറ്ററലി ഇങ്ങനെ എന്തോ ഒരു ശരീരത്തിൽ ഇങ്ങനെ ഒരു കുളിര്, എന്തോ ഒരു ഫീല്, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ്. ശരിക്കും അന്ന് തന്നെ കണ്ടാണല്ലോ ഇവിടുന്ന് അങ്ങനത്തെ ഒരു ഫീല്. ഭയങ്കര ഒരു എന്താ പറയാ, ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മൊമെന്റ് ആയിരുന്നു. പിന്നെ നിങ്ങളോട് ആദ്യം ഷെയർ ചെയ്ത് പിന്നെ വീട്ടിൽ വിളിച്ചപ്പോഴാണെങ്കിലും നല്ലപോലെ ഇമോഷണലായി. അങ്ങനെ കുറേ ലൈഫിലാണെങ്കിലും ഇപ്പോൾ വീട്ടിലാണെങ്കിലും ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ വന്നായിരുന്നു. അപ്പം അതിനെല്ലാം പെട്ടെന്ന് ഒരു സൊല്യൂഷൻ കിട്ടിയ പോലെ ആയിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞപ്പോൾ അച്ഛനാണെങ്കിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, എടാ നമ്മളെല്ലാവർക്കും എല്ലാ കാലത്തും തോൽപ്പിക്കാൻ പറ്റത്തില്ല, അത് ഒരാൾ കാണുന്നുണ്ട്, അങ്ങനെയാണ് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ അത് ഭയങ്കര ഒരു ഇമോഷണലി ഭയങ്കര ഫീലായൊരു മൊമെന്റ് ആയിരുന്നു. സക്കിളിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സക്കിളിന് ഇപ്പോൾ നമ്മൾ പോസ്റ്റ് പ്രിഫറൻസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ അനന്തുവേട്ടനെ നമ്മൾ കിട്ടിയ ഒരു മൊമെന്റ് കണ്ടാണ്. ആൻഡ് സക്കിളിന് റിസൾട്ട് വന്ന മൊമെന്റ് സത്യത്തിൽ കാണുന്ന ആള് ഡയറക്ട്ലി കണ്ടത് നിഷാദ് സാറാണ്. സക്കിൾ അവിടെ ചായ പിടിച്ചുകൊണ്ട് നിന്നൊരു സമയത്ത് പെട്ടെന്ന് വന്നിട്ട് റിസൾട്ട് വന്നു എന്ന് പറയുന്നു, നോക്കുന്നു, GST ഇൻസ്പെക്ടർ ആവുന്നു. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു? എൻ്റെ ഡിഗ്രിയിൽ പഠിച്ച 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് സംസാരിച്ചാൽ അവർക്ക് ചായ ഓർഡർ ചെയ്താൽ സ്കൈ ടവറിൻ്റെ താഴെ ഇരിക്കുകയായിരുന്നു. നിഷാദ് സാറിൻ്റെ ഓടി വന്നാണ്ട് പറയുന്നത് റിസൾട്ട് വന്നിട്ടോ, റിസൾട്ട് വന്ന് പറഞ്ഞാണ്ട് ഞാനും ആകെ ഞെട്ടിപ്പോയി. റിസൾട്ട് വരുന്നൊക്കെ ഇപ്പോൾ എത്ര വട്ടം വരും. ഞാനും രാത്രി 12 മണിക്ക് വരും വിചാരിച്ചാൽ എന്നും 12 മണിയായിട്ട് ആ സമയത്ത് കിടന്നുറങ്ങാറുള്ളായിരുന്നു. ഒരു 2 ആഴ്ചയോളം 12 ആയാലേ ഞാൻ കിടക്കാൻ പോകാറുള്ളായിരുന്നു. അപ്പോൾ സാറ് പെട്ടെന്ന് വന്ന് റിസൾട്ട് വന്നപ്പോൾ ഞാനാകെ ഇതായിപ്പോയി. എങ്ങാനും കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ എന്തൊക്കെ ചെയ്യുന്നുള്ളതൊക്കെ ആലോചിച്ച് നോക്കിയപ്പോൾ കോഡാണല്ലോ വരിക, B04. B04 എന്താ അറിയില്ലോ. ഞാൻ B33 ആണ് നോക്കി വെച്ചിരുന്നത്. അല്ല, B33 നമ്മുടെ OS ആണല്ലോ കിട്ടാൻ ചാൻസ്. അപ്പോൾ B33 ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു.
B33 അല്ല, B04 ഏതോ ലെവൽ 4 പോസ്റ്റാണ്. അതാണ് ഇപ്പം എൻ്റെ മൈൻഡിൽ അപ്പോൾ ആദ്യം ഓടിയത്. ഞാൻ നേരെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് B04 AS9ME AS9IB അങ്ങനെ വന്ന്. അപ്പം വിശ്വാസം സാറേ AS9IB വിശ്വാസം സാറും ഞെട്ടി, ഞാനും ഞെട്ടി. അതിൽ പിന്നെ ഞാൻ പിന്നെ അപ്പം 2024 ലിസ്റ്റ് ആയിരുന്നു. അത് ഞാൻ നേരത്തെ പെട്ടു, ആരോടും പറയാനും പറ്റില്ല. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ നോക്കി എൻ്റെ പോസ്റ്റ് പ്രിഫറൻസിന്റെ എക്സൽ ഷീറ്റ് ഉണ്ടായിരുന്നു. അതെടുത്ത് നോക്കിയപ്പോൾ മനസ്സിലായി GST ഇൻസ്പെക്ടറാണ്. അപ്പൊ തന്നെ കൃഷ്ണാൽ വിളിച്ചാണ്ട് എടാ GST അല്ലേ, ഓക്കെ സെറ്റ്, അത്രേ ഉള്ളൂ, GST അല്ലേ സെറ്റ്. അത് വെച്ച് ഞാൻ പോയി. പിന്നെ അവിടുന്ന് പിന്നെ വേറെ എന്താ പറയാ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സന്തോഷമാണോ സങ്കടമാണോ ഭയങ്കര ഒരു. ഓർഡർ ചെയ്ത ചായ 2 ഫ്രണ്ട്സും ചായന്റെ പൈസ ഒന്നും കൊടുത്തില്ല. എന്നാലും ചായന്റെ പൈസ എടുത്തില്ല, പിറ്റേന്നെങ്ങാനും പോയാൽ ഞാൻ കൊടുത്തത്. ഫ്രണ്ട്സ് പിന്നെ അവര് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവരിന്നെ എന്താ ചെയ്തെന്നോ പോയെന്ന് അതൊന്നും ഓർമ്മയില്ല. ഒന്നും ഓർമ്മയില്ല. അന്ന് ചുറ്റുവെള്ളമൊന്നും ഓർമ്മയില്ല. ഫുള്ളൊരു എന്താ പറയാ വേറൊരു ഫീലിലായിരുന്നു. അപ്പം ആ ഒരു സെക്കൻഡ് വരെ ഉള്ള ആളല്ല. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു അറിയുമ്പോഴൊരു ഇതുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ കൊള്ളായിരുന്നു. ഓക്കെ, പിന്നെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് കുട്ടികളെല്ലാവരും സ്ട്രാറ്റജീസ് ചോദിക്കാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു സ്ട്രാറ്റജിയേക്കാളും കൂടുതൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറെ മിസ്റ്റേക്സ് ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നാറുണ്ട്. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേണിൽ നിന്ന് നിങ്ങൾ എന്ത് ചേഞ്ച് കൊണ്ടുവന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് ലേൺ ചെയ്തത് മാറ്റിയെടുത്ത് എന്ത് ടൈപ്പ് ഓഫ് മിസ്റ്റേക്ക് കണ്ടുപിടിച്ച് അത് റെക്ടിഫൈ ചെയ്തപ്പോഴാണ് നിങ്ങളൊരു ഇപ്പോൾ മാർക്കാണെങ്കിൽ ഇൻക്രീസ് ചെയ്തതും എങ്ങനെയായിരുന്നു ആ ഒരു പ്രിപ്പറേഷൻ? എൻ്റെ ഫസ്റ്റത്തെ ഒരു മിസ്റ്റേക്ക് പറഞ്ഞാൽ ഞാൻ MSc ഫിസിക്സ് കഴിഞ്ഞായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഒരു അഹങ്കാരം എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്സ് അറിയായിരുന്നു. മാത്സ് ഞാൻ എഴുതും, ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഞാൻ അറ്റൻഡ് ചെയ്യും. മാത്സ് 50-50 ഞാൻ അടിക്കും, റീസണിങ് 50-50 അടിക്കും, ഇംഗ്ലീഷ് പിന്നെ ഒരു 35-40 അടിക്കും. GK പഠിച്ചില്ലെങ്കിലും ക്വാളിഫൈ ചെയ്യാനുള്ള മാർക്ക് ഉണ്ടാവുക. ഇതായിരുന്നു എൻ്റെ അഹങ്കാരം. ഒരിക്കലും അഹങ്കാരം വെച്ചിരിക്കരുത്. അതായത് GK എന്തായാലും നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ മാത്സ് നമ്മുടെ എത്ര വലിയ ഇപ്പോൾ MSc ഫിസിക്സ് ആണോ MSc മാത്സ് ആണോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മാത്സ് നമ്മൾ പഠിച്ച മാത്സ് അല്ല പഠിച്ചത്. അപ്പം അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സയൻസ് സ്റ്റുഡൻസിന് ഏറ്റവും വലിയ പ്രശ്നമാണ് ഇവർ മാത്സ് മാത്രം ഇരിക്കും. ഞാൻ എൻ്റെ റെഗുലർ ബാച്ചിൻ്റെ 6 മാസം ഞാൻ പഠിച്ചത് മാത്സ് മാത്രമേ ഉള്ളൂ. ഈ 6 മാസം ഞാൻ മാത്സ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ മാർക്കും ഒരു 80-70 റേഞ്ചായിരുന്നു. ഈ മാത്സ് ഫുള്ള് ഞാനിരുന്ന് പഠിച്ചിട്ട് വരെ എനിക്ക് റീസണിങ്ങും മാത്സും ഫുള്ള് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. ആകെ കിട്ടുന്ന 70-80 മാർക്കായിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായത് ഈ മാത്സിനെ കൊണ്ടും റീസണിങ്ങിനെ കൊണ്ടും മാത്രം കാര്യമില്ല, 4 വിഷയം ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ 4 വിഷയം ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടുപോകുക. അപ്പോൾ മാത്സിന് എടുത്തുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ അവർ എന്തായാലും മാത്സ് എല്ലാം കിട്ടും എന്നുള്ള ഒരു കോൺഫിഡൻസിൽ ഇരുന്നാൽ ചിലപ്പം അത് പോസിബിൾ ആവണമെന്നില്ല. അപ്പം എല്ലാ വിഷയവും ഒരേപോലെ കൊണ്ടുപോകുക ആണ് ഫസ്റ്റത്തെ ഒരു മിസ്റ്റേക്ക് എനിക്ക് പറ്റിയത്. അനന്തുവേട്ടൻ്റെ കേസ് വരുന്ന സമയത്തോ? എൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതേപോലെ റെഗുലർ ബാച്ച് പോകുമ്പം എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ പഠിക്കും, അങ്ങനെ ഇഷ്ടമുള്ള സമയത്ത് പഠിക്കും, അല്ലാണ്ട് ഒരു റെഗുലർ ഷെഡ്യൂളൊന്നും അല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് കഴിഞ്ഞ കൊല്ലം GST ഇത്തവണ OSP സൂപ്രണ്ടും കിട്ടിയ വിഷ്ണു പ്രസാദ് എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ഇവിടുത്തെ. അപ്പോൾ അവൻ എൻ്റെ റൂമിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ റെഗുലറായി കിടക്കുന്ന പോലെ കിടന്നപ്പോൾ അവൻ അവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവനോട് ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഇതിൻ്റെ പക്ക റിയാലിറ്റി എനിക്ക് അവിടെ ഹിറ്റായത്. പിന്നെ എൻ്റെ സ്റ്റഡി ഫുള്ള് പക്ക ഷെഡ്യൂളിലായിരുന്നു. ഞാൻ വീക്ക് ഷെഡ്യൂളാണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു വീക്കിൽ എന്തൊക്കെയാണ് കവർ ചെയ്യേണ്ടതെന്നുള്ളൊരു ഇതിൽ പക്ക എന്താ പറയുക എല്ലാ സബ്ജക്റ്റും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സക്കറിൽ പറഞ്ഞ പോലെ ഒരിക്കലും നമ്മൾ ഒരു സബ്ജക്റ്റിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ സബ്ജക്റ്റും മാത്സ് റീസണിങ് ഇംഗ്ലീഷ് GK എല്ലാത്തിനും റെസ്പെക്റ്റ് ചെയ്ത് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. പിന്നെ അതൊരു ആദ്യം മാത്രമേ ഒരു പ്ലാനിങ്ങിൻ്റെ ഒരു ആവശ്യം വന്നുള്ളൂ. പിന്നീട് അത് നമുക്കൊരു ഹാബിറ്റായി മാറും. നമുക്കത് പഠിച്ചില്ലെങ്കിൽ നമുക്കതൊരു എന്തോ ഒരു ഫുൾഫിൽ ചെയ്യാത്തൊരു ഫീലാവും. അപ്പം അതൊരു ഹാബിറ്റ് പോലെ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്രാക്ക് ചെയ്യാനാണെങ്കിലും കുറച്ചുകൂടെ ഈസി ആവും. അപ്പോൾ ആ ഒരു ശീലമാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ക്രാക്ക് ചെയ്യുക എന്നുള്ളതായിട്ട് വരിക. എന്നിട്ട് ഈ ഒരു സാധനം പക്ക ഷെഡ്യൂൾ, വളരെ അത്യാവശ്യമായിട്ടുള്ള ഇവൻറ്റ്സ് ഒക്കെ വന്നാൽ മാത്രം നമ്മൾ എന്ത് ചെയ്യും, ഷെഡ്യൂളിൽ നിന്ന് വേണമെങ്കിൽ 1-2 ദിവസമൊക്കെ വിട്ടേക്കുക. അല്ലാത്ത പക്ഷെ നമുക്ക് കറക്റ്റ് നമുക്ക് പഠിത്തം മാത്രം പോരാ, അതുപോലെ നമുക്ക് ബ്രേക്കുകളും വേണം.
അപ്പോൾ പഠിത്തം മാത്രമായിട്ടിരുന്നാൽ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം ഇപ്പോൾ ചായ കുടിക്കാൻ പോകുന്ന സമയമാണെങ്കിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനുള്ള സമയമാണെങ്കിലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ സമയമാണല്ലോ, അപ്പം അങ്ങനെ എന്താണ് ഈക്വലി പഠിത്തവും അതേപോലെ തന്നെ നമ്മുടെ ഒരു ഹാപ്പി മൊമെൻറ്റ്സും ഒരു ഷെഡ്യൂൾഡായിട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് നല്ല ഈസിലി ക്രാക്കബിളായിട്ട് തോന്നി. ഇപ്പം അനന്തുവേട്ടൻ നേരത്തെ പറഞ്ഞ സമയത്ത്, അതായത് ക്ലിയർ ചെയ്ത സമയത്ത് വീട്ടിൽ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു അങ്ങനെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു എല്ലാം കാണുന്ന ഒരാളുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരുപാട് കുട്ടികൾ അനുഭവിക്കുന്ന ഒരു സ്ട്രഗിൾ ആയിരിക്കും. ഇപ്പം എല്ലാവരും ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയിട്ട് ഒരു ഫാമിലിയിൽ നിന്നായിരിക്കില്ല വരുന്നത്. അപ്പം അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ച് പെട്ടെന്ന് ക്ലിയർ ചെയ്യണം എന്നുള്ള ഒരു കൈൻഡ് ഓഫ് പ്രഷർ അവർക്കുള്ളിലുണ്ട്. അപ്പൊ അത് പറയാതെ തന്നെ, ഇപ്പൊ ഫാമിലിയിൽ നിന്ന് അങ്ങനെ ഒരു പ്രഷർ വരാതെ തന്നെ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് പ്രഷർ അവരുടെ ഉള്ളിൽ ഉണ്ടാവും. അപ്പം അനന്തുവേട്ടൻ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു ടൈമിനെ അനന്തുവേട്ടൻ എങ്ങനെയാണ് ഫേസ് ചെയ്തിരുന്നത്? അത് മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഈ പ്രഷറോ അല്ലെങ്കിൽ ഈ ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിന് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ ഒരു എക്സാമിലേക്ക് മാത്രം ഇങ്ങനെ കോൺസെൻട്രേറ്റ് ആയിട്ട് ഇരിക്കാണ്ടിരിക്കും. അതായത് നമുക്ക് എല്ലാ പോസിബിലിറ്റീസും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക. പിന്നെ ഒരു പ്ലാൻ ബി ഉണ്ടാകും. ഇപ്പോൾ ഞാനാണെങ്കിലും ഇപ്പം സക്കറിനെ പോലെ തന്നെ ഞാൻ ട്യൂഷൻ എടുക്കാനൊക്കെ പോകുമായിരുന്നു. അപ്പം നമുക്കെപ്പോഴും ഒരു പ്ലാൻ ബി അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊരു അസറ്റ് നമ്മൾ കീപ്പ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, എല്ലാ എക്സാംസും നമ്മൾ എഴുതുക. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ ബാങ്ക് എക്സാംസ്, പിന്നെ റെയിൽവേയുടെ എക്സാംസ്, പിന്നെ IB-യുടെ എക്സാം ഒക്കെ, ഇതൊക്കെ നമുക്ക് ഈ SSC പഠിക്കുന്ന ഒരാൾക്ക് എല്ലാ എക്സാമും ക്രാക്കബിളാണ്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ എക്സാമും എഴുതുകൊണ്ട് തന്നെ പല Tier 1s ക്ലിയർ ആകുമ്പം നല്ല മെൻ്റലി നല്ല ഫ്രീ ആയി പോകുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എക്സാംസൊക്കെ എഴുതാൻ എളുപ്പമായിരുന്നു. പിന്നെ അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഹാപ്പി മൊമെൻറ്റ്സ്. അപ്പോൾ നമ്മളെങ്ങനെ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് അല്ലെങ്കിൽ ഇവരുമായിട്ടൊക്കെ നമ്മൾ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ആരെങ്കിലുമായിട്ട് നമ്മൾ 2-3 ക്ലോസ് ഫ്രണ്ട്സ് വെച്ച് അവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ ഒരു നല്ല റിലീഫ് കിട്ടും. അപ്പോൾ ആ ഒരു റിലീഫ് കിട്ടുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ പ്രഷറിൽ നിന്നൊക്കെ നമ്മൾ നല്ല ഒഴിവായി കിട്ടും. എനിക്ക് തോന്നുന്നു സക്കറിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ ഭയങ്കരമായൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് എന്നുള്ളതിനൊക്കെ ഉപരിയായിട്ട് സ്വന്തം ഇൻഡിപെൻഡന്റ് ആയിട്ട് പഠിച്ച ഒരാളാണ്. അപ്പോൾ കുറച്ച് കുട്ടികൾക്കെങ്കിലും ആ ഒരു സ്ട്രഗിൾ ഉണ്ട്. ഈ 23 വയസ്സ് എനിക്ക് വീട്ടിൽ പൈസ ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പഠിക്കുകയും വേണം, എന്നാൽ ഇങ്ങനെ എനിക്ക് കുറച്ച് ഒരു പാർട്ട് ടൈം ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണം, അങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ പഠിത്തം ഇതും കൂടെ പാരലലി പോകുമോ എന്നൊരു കൺഫ്യൂഷൻ കാരണം ചെയ്യാതിരിക്കുന്നതായിരിക്കും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരോട് സക്കറിന്റെ എക്സ്പീരിയൻസ് ചെയ്യുന്ന സക്കറിന് എന്താ പറയാനുള്ളത്? എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യലി വീട്ടിൽ കുറച്ച് മോശമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഈ ട്യൂഷൻ പരിപാടിയൊക്കെ തുടങ്ങിയത്. അപ്പോൾ PG പഠിക്കുമ്പോൾ തന്നെ ട്യൂഷൻ പോയി. പിന്നെ എൻ്റെ കാര്യത്തിന് എനിക്ക് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ എനിക്കൊരു വിഷമം തോന്നി. അവരും സ്ട്രഗിൾ ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ കാര്യത്തിന് അവരെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ട്യൂഷൻ തുടങ്ങിയത്. ട്യൂഷൻ രാവിലെ ആയിരുന്നു. പിന്നെ എൻ്റെ പഠിത്തത്തിന് എനിക്ക് ബാധിക്കാതിരിക്കുന്ന ഒരു ജോലി എനിക്ക് വേണമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ടീച്ചിങ് ഫീൽഡ് എടുത്തത്. ടീച്ചിങ് ഫീൽഡ് ആകുമ്പോൾ ട്യൂഷനൊക്കെ ആകുമ്പോൾ രാവിലെ ഒരു 2 മണിക്കൂർ മാത്രമേ നമ്മളെ ബാധിക്കുള്ളൂ. അപ്പം അല്ലാതെ നമ്മളെ പഠിത്തത്തിനെ ബാധിക്കില്ല. അപ്പോൾ PG ഫസ്റ്റ് ഇയർ തന്നെ ഞാൻ ട്യൂഷൻ പോയി തുടങ്ങി. സെയിം ഫിസിക്സ് സബ്ജക്റ്റ്, ഫിസിക്സ് അല്ലെങ്കിൽ മാത്സ്, ഏതെങ്കിലും ഒന്നായിരുന്നു എടുക്കുക. പിന്നെ ഫിസിക്സിലേക്ക് മാറി. ഞാൻ രാവിലെ ട്യൂഷൻ എടുക്കും, എന്നിട്ടായിരുന്നു എൻ്റെ പഠിത്തം നോക്കിയിരുന്നത്. അപ്പോൾ എൻ്റെ കേസ് എനിക്കത് പോസിബിൾ ആയിരുന്നു. എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ ലൈഫിൽ എൻ്റെ വീട്ടുകാരൊന്ന് കരകയറണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെനിക്ക് ഈ ട്യൂഷൻ ഫീൽഡ് നടക്കില്ല, ചെറിയ എന്തെങ്കിലും ഇൻകം പോരാ, നല്ല ഇൻകമുള്ളൊരു ജോലി തന്നെ വേണം. അപ്പോൾ ആ ഒരു ഫയർ എന്നെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ ഇതും വെച്ചാണ്ട് ഞാൻ അയ്യോ എൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടല്ലോ എന്ന് വെച്ചാണ്ട് പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ മനസ്സിലതൊന്നും ഉണ്ടാവില്ല. പക്ഷേ എൻ്റെ ഒരു മോക്കിലൊരു മാർക്ക് കുറയുകയാണെങ്കിൽ എൻ്റെ മനസ്സിൽ മാർക്ക് കുറഞ്ഞതിൻ്റെ ആ ഡിപ്രഷൻ വരിക. എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണല്ലോ പ്രശ്നം. അപ്പോൾ ഞാനിത് വിചാരിച്ചാണ്ട് ആലോചിച്ചിട്ട് ഡിപ്രഷൻ അടിച്ചിട്ട് കാര്യമില്ല, റിക്കവർ ചെയ്യാനുള്ള മാർഗം നോക്കുക. അതായിരുന്നു എൻ്റെ ഒരു ഈ സ്ട്രെസ്സ് അല്ലെങ്കിൽ ഡിപ്രഷനൊക്കെ ഒഴിവാക്കുള്ള ഒരു വഴി. പിന്നെ എന്തെങ്കിലും പ്രശ്നമായി അനന്ത് പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ഫ്രണ്ട്സ് സർക്കിൾ, ആ പിയർ സർക്കിളിനോട് കുറച്ച് നേരം സംസാരിച്ചിരുന്നാണ്ട് അവരോട് കുറച്ച് നമ്മൾ നാട്ടിടത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അതൊരു വല്ലാതെ റിലീഫാണ് നമുക്ക് വരിക. എന്നൊരു വൈകുന്നേരം ഒരു ചായ അടിക്കാൻ പോകുന്നൊരു സമയം ഉണ്ടാവും. ആ സമയത്ത് നമ്മളുടെ എല്ലാ ടെൻഷനൊക്കെ മാറ്റി വെച്ചാണ്ട് ഭയങ്കരമായിട്ട് ഫ്രീ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ നമുക്കൊരു കിട്ടുകയാണെങ്കിൽ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മളൊരു വളരെ ഹെൽപ്പ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. കുറച്ച് നേരം ഒരു 5 മിനിറ്റ് 10 മിനിറ്റോ ഒക്കെ ഉണ്ടാവുള്ളൂ, എന്നാലും ഭയങ്കര വലിയ എഫക്റ്റ് ആയിരുന്നു വരിക. അങ്ങനെ ചെറിയ സമയങ്ങൾ മാത്രമേ മാറ്റി വെച്ചിട്ടുള്ളൂ, അതോ ഈ സിനിമയൊക്കെ കാണാൻ പോകുമായിരുന്നു, അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ എന്റർടൈൻമെന്റ് ഉണ്ടായിരുന്നു? ചിലവരെന്ന് വെച്ചാൽ ഇപ്പം സോഷ്യൽ മീഡിയ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യും, ഫോൺ ഇത്ര സമയത്ത് റെസ്ട്രിക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അത് വളരെ ഫ്രീ ആയിട്ട്. ഒന്നാമത് എന്നെക്കൊണ്ട് കഴിയില്ല. ഒരു ഇൻസ്റ്റാഗ്രാമൊക്കെ ഒഴിവാക്കിയാണ്ടുള്ള ഒരു ലൈഫ് എനിക്ക് ചിലപ്പോൾ
പോസിബിൾ ആവില്ല. ശരി, ഒരുപാട് മെസ്സേജ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒഴിവാക്കാൻ പറ്റില്ല. അല്ല ഫാൻസിന്റെ അതിപ്രസർ ഇപ്പോഴല്ലേ ഉള്ളു, അന്നും ഉണ്ടായിരുന്നു. അന്ന് കുറവായിരുന്നു, ഇത്ര ഫ്രീക്വൻസി കുറവായിരുന്നു. അപ്പോൾ അങ്ങനത്തെ സോഷ്യൽ മീഡിയ ഒഴിവാക്കാനുള്ള ലൈഫൊന്നും എനിക്ക് പറ്റൂല എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് പിന്നെ ഞാൻ അതിനൊന്നും മുതിർന്നിട്ടില്ല. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് സിനിമ കാണുന്നതായിരുന്നു. സീരീസ് ഒക്കെ ഡെയിലി എൻ്റെ സ്ക്രീൻ ടൈം ഒക്കെ നോക്കി കഴിഞ്ഞാൽ 8 ഒരു 10 മണിക്കൂർ ചിലപ്പോൾ സ്ക്രീൻ ടൈം ഉണ്ടായിരിക്കും ഫോൺ പഠിക്കുന്ന കാലത്ത്, പി ജി കഴിയുന്ന സമയത്ത്. അപ്പോൾ ഈ SSCയിലേക്ക് തുടങ്ങി ഇതിൻ്റെ ഒരു ട്രാക്കിലങ്ങ് കയറിയതിന് ശേഷം എനിക്ക് മനസ്സിലായി നടക്കില്ല. ഞാൻ സിനിമ കാണുമ്പോൾ എനിക്ക് ആലോചിക്കുക, പഠിച്ചാൻ എപ്പോഴും പഠിക്കാവില്ല, മറ്റവൻ പഠിക്കാവില്ല. അപ്പോൾ അവൻ പഠിക്കുന്ന സമയത്ത് ഞാൻ അവിടെ സിനിമ കാണുക, എൻ്റെ മാർക്ക് പോകില്ലേ, അവൻ മാർക്ക് കയറുകയാണ്. പിന്നെ എനിക്ക് ഒരു സിനിമ കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് കാണണമെങ്കിൽ 4-5 ദിവസം വേണം. ഒരൊറ്റ സിനിമ ഞാൻ കാണണമെങ്കിൽ ഏത് സിനിമ ആയിക്കോട്ടെ 4-5 ദിവസം എടുത്ത് ഒരു ദിവസം ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞാൻ ഫോൺ കയറി വെച്ചാണ്ട് അരമണിക്കൂർ കാണും. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അത് അതേമാതിരി വെക്കും. അങ്ങനെയായിരുന്നു ഞാൻ സിനിമ കണ്ടിരുന്നത്. ഞാൻ ഡെയിലി 6-7 മണിക്കൂർ സിനിമ കണ്ടിരുന്ന ഞാൻ ഒരു സിനിമ കാണാൻ എടുക്കുന്ന സമയം 4 ദിവസമായി മാറും. നമ്മളിതിലേക്ക് കയറിയാൽ പിന്നെ അതിനൊന്നും തോന്നൂല. പക്ഷെ വല്ലപ്പോഴും തിയേറ്ററിലൊക്കെ പോയി സിനിമ കാണുമായിരുന്നു. കാണാൻ പോയിട്ടുണ്ട് അല്ലേ? നമ്മള് ഒന്നിച്ച് വല്ലപ്പോഴൊക്കെ കാണുന്നോടൊന്നും കുഴപ്പമില്ല. ഫുള്ളായിട്ട് ഒഴിവാക്കിയാണ് നമ്മളെല്ലാ എൻജോയ്മെന്റ് ഒഴിവാക്കിയാണ്ട് സ്ട്രെസ്സായിട്ട് പഠിച്ചിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മൈൻഡ് കുറച്ച് ഫ്രീ ആവണം. നമ്മളത് കഷ്ടപ്പെട്ട് പഠിക്കല്ല, ഒരു കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ കാര്യത്തിൽ ഞാൻ കഷ്ടപ്പെട്ടല്ല പഠിച്ചത്. അതൊക്കെ ഞാൻ ചെയ്യുന്ന സാധനങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ അത്രയും കംഫർട്ട് സോണിലാണ് ചെയ്ത്. അപ്പം അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഞാൻ സ്മാർട്ട് വർക്ക് അല്ല, സ്മാർട്ട് വർക്കാണ് വേണ്ടത് പറഞ്ഞ മാതിരി. പിന്നെ അതേപോലെ മൂക്കിന് സ്കോർ കയറുന്ന ഒരു ക്രേസ് കിട്ടി കഴിഞ്ഞാല് വളരെ അടിപൊളി ഒരു ഫീൽ. അത് ഭയങ്കര കിക്ക് എന്ന് പറയാം. നമ്മളൊരു കോമ്പറ്റീഷൻ പോലെ അത് സ്ഥിരമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. കഴിഞ്ഞ പോലെയാണെങ്കിലും ഒലിവ് ബോർഡിൽ ആ റാങ്ക് ലിസ്റ്റ് സർവീസ് പോലെ ആ റാങ്ക് ലിസ്റ്റ് തന്നെ ടോപ്പ് 1 എന്ന് നമുക്കൊരു ഫീൽ വരുമ്പോഴേക്കും ഭയങ്കര. ഒലിവ് ബോർഡിൽ റാങ്ക് ലിസ്റ്റില് ഫസ്റ്റത്തെ ഞാൻ 80ാമതായിരുന്നു റാങ്ക്. എനിക്ക് അടുത്തല് ഭയങ്കര വാശി. 80 പേരുണ്ടല്ലോ, 80 അല്ല 100 പേരെങ്ങനെ ഉള്ളൂ. ഞാൻ നമ്മളെ ലിസ്റ്റില് ആ ഫോം ഫിൽ ചെയ്യുന്ന എല്ലാവരെയും നമ്മള് മെയിൻലി ഇടാറുണ്ടായിരുന്നു. ഒരു 10-100 പേരുള്ളൂ. അതിൽ ഞാൻ 80ാമതുള്ളൂ. എനിക്ക് ഭയങ്കര വാശി. ഒരു 50ന്റെ മേലെങ്കിലും കാരണം പകുതി അത്രയ്ക്ക് എന്നെ കൊണ്ട് കയ്യിൽ വന്നിക്കറിയാം. 50ന്റെ മേലെങ്കിലും എങ്ങനെയെങ്കിലും കാരണം ഞാൻ ഇരുന്ന് പഠിച്ച് വിറ്റൊരു 50 എത്തിയില്ലെങ്കിൽ ഒരു 60 എത്തിട്ടോ. പിന്നെ ആ ഒരു വാശി. പക്ഷേ ഓനെ തോൽപ്പിക്കണം എന്നല്ല, എനിക്ക് ഈ ഒരു റാങ്ക് എത്തിക്കണം. ഒരു ഇടയ്ക്ക് ചിലപ്പോൾ ഒരു 10നുള്ളിൽ ഇറങ്ങണ്ടോ 1-2 10നുള്ളിൽ അങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ട് ഇവിടുത്തെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലിട്ടോ. അപ്പോൾ അതൊരു ഭയങ്കര ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ 170-180 അടിക്കുന്ന ആൾക്കാരുണ്ട് പറയുമ്പോൾ ഞാൻ അല്ലെങ്കിൽ ആയിരിക്കും ഒലിവ് ബോർഡിലൊക്കെ ഇതൊക്കെ ഫേക്കാണ്, 150 ഫേക്കാണൊക്കെ ഞാൻ നടന്നിരുന്നത്. ഇവിടെ തന്നെ 170 അടിക്കുന്ന ആൾക്കാരെ കണ്ടപ്പോഴാണ് ഇത് ഫേക്ക് അല്ലത് ശരിക്കും ഉണ്ട്. അപ്പോൾ ആ റിയൽ കോമ്പറ്റീഷൻ നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ മെത്തേഡ് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയി. കോമ്പറ്റീഷൻ്റെ നമ്മളിപ്പോൾ ഈ ഒരു ഇതിൽ നിൽക്കുകയാണെങ്കിൽ ഇവിടുത്തെ കോമ്പറ്റീഷൻ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഇപ്പോൾ നമ്മളൊരു ഓൾ ഇന്ത്യ ലെവലിൽ മോക്ക് എടുക്കുമ്പോഴേക്കും അതിനകത്ത് പെർസെൻറ്റേജ് കാണുവാണെങ്കിലും നമുക്കറിയാൻ പറ്റും നമ്മൾ ഏതൊരു ലെവലിലാണ് ഇവിടെ നിൽക്കുന്നത്. ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്താൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആവും. ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ക്ലാസ്സിലാണെങ്കിലും മോക്ക്. പിന്നെ എനിക്ക് ഡിസ്കഷൻ്റെ കാര്യം പറഞ്ഞപ്പം ഈ മെത്തേഡ്സ് കിട്ടുന്നതിനെ പറ്റി ഒരു കാര്യം കൂടുതൽ ആൾക്കാരും ഡിസ്കഷൻ വരുമ്പോഴേക്കും ഡിസ്കഷനിൽ ഒരു ഏറ്റവും മേജർ ആയിട്ടുള്ള പോയിന്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ 8 പേരിരിക്കുകയാണെങ്കിൽ 8 പേരും പ്രപ്പോസ് ചെയ്യുന്നത് 8 ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആയിരിക്കും. അപ്പോൾ അതിനകത്ത് ബെസ്റ്റ് മെത്തേഡ് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അന്തോട്ടാണ് കഴിഞ്ഞ നമ്മൾ ടയർ 2 ബാച്ചിലുണ്ടായിരുന്നു. എനിക്ക് അന്തോട്ടന ടയർ 2 ബാച്ചിൽ ഇരുന്ന് അന്തോട്ടന ഒരു ബൂസ്റ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ സമയത്ത് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലൊക്കെയാണ് അന്ന് നമ്മൾ ആ Tier 2 ഫോക്കസ് ബാച്ച് ചെല്ലുമ്പോൾ ആദ്യത്തെ എൻ്റെ 2024 Tier 2 ഫോക്കസ് ബാച്ച് വന്നപ്പോഴത്തേനും, അതായത് നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം 30 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് അതിന് പകുതി പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെ മറ്റേ നിബ്രാസ് ഒക്കെ എന്ന് പറയുമ്പോൾ എപ്പോഴും ടോപ്പിലേക്ക് മാത്രം അൾട്രാ പിന്നെ അങ്ങനെ ഉള്ളവരൊക്കെ വരുമ്പം അങ്ങ് അറ്റത്തേക്ക്. അപ്പോൾ അവരുടെ കൂടെ ഡിസ്കസ് ചെയ്യുമ്പം കിട്ടുന്ന മെത്തേഡ്സ് നമ്മളൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തതാണ്. അപ്പം ഒത്തിരി പേര് ഈ ഡിസ്കഷനൊക്കെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് മാത്സിന്റെ ഡിസ്കഷനൊക്കെ അതൊക്കെ ശരിക്കും പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ഐഡിയാസ് കിട്ടുമെന്നുള്ള മാത്രമല്ല, നമുക്ക് ഒരു ആ ക്വസ്റ്റ്യൻ പിന്നെ കാണുമ്പോൾ ഇത് അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്താണെന്നുള്ളൊരു മെമ്മറി ഉണ്ട്. അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ്. ടാറ്റു ക്രാഷിൽ ഇപ്രാവശ്യം ഞാൻ ഇരുന്നപ്പോൾ എൻ്റെ ഒരു കോൺഫറൻസ് ആയിരുന്നു. അതിൽ ആ
ക്ലാസ്സിൽ വേറെ ആര് ചെയ്തില്ലെങ്കിൽ ആ മാത്സിന്റെ പ്രോബ്ലം ഞാൻ ചെയ്യുന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു ക്ലാസ് കയറുന്നതിന് മുമ്പ്. ഡിസ്കഷൻ കഴിഞ്ഞപ്പോൾ മാറി കിട്ടി. എനിക്ക് കിട്ടുന്ന എല്ലാവർക്കും കിട്ടും, എനിക്ക് കിട്ടാത്ത ചിലപ്പം വേറെ ആൾക്ക് കിട്ടുന്നുണ്ടാവും, പക്ഷെ അവർക്ക് കിട്ടാത്ത ചിലപ്പോൾ എനിക്ക് കിട്ടില്ല. അപ്പോൾ ആ ഒരു അഹങ്കാരം മാറി കിട്ടാൻ ആ ഡിസ്കഷൻ ഭയങ്കര അവരുടെ മെത്തേഡ്സ് ഒക്കെ നമുക്ക് കിട്ടും. ആ ഡിസ്കഷനിൽ ഇപ്പം എനിക്കറിയുന്ന ഒരു മെത്തേഡ് ആണെങ്കിൽ ആ 5 പേരാണ് ഡിസ്കഷൻ ഗ്രൂപ്പിലുണ്ടെങ്കിൽ ബാക്കി 5 പേർക്ക് ആ മെത്തേഡ് കിട്ടുകയാണ്. അപ്പോൾ അതേപോലെ അവരുടെ മെത്തേഡ് എനിക്കും കിട്ടും. ടയർ 2 ക്ലാസ്സിൽ ഞാൻ ക്ലാസ് എടുത്ത സമയത്ത് കണ്ടിരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ കേസ് ആണെങ്കിലും അന്ന് പറഞ്ഞ റിവ്യൂവിൽ പറഞ്ഞിരുന്നൊരു കാര്യമാണ്, തൊട്ടടുത്തിരിക്കുന്ന ആൾ ഡൗട്ട് ചോദിക്കുന്ന സമയത്താണ് അറിയുന്നത് ഇങ്ങനെ ഒരു റൂൾ ഇംഗ്ലീഷിലുണ്ട് എന്നുള്ളത്. അത് ശരിക്കും അതായത് നമ്മളടുത്തിരിക്കുന്ന കുട്ടികൾ അത്രയും ഡെവലപ്ഡ് ആണ്, അല്ലെങ്കിൽ എന്താ പറയുക, അത്രയും അറിയുന്ന കുട്ടികൾ, ഇൻഡെപ്തിൽ നോളജ് ഉള്ള കുട്ടികളാണ് എന്നുള്ളത് ശരിക്കും അങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ അറിവുകൾ അവരുടെ അടുത്തുനിന്ന് കിട്ടുന്നുണ്ട്. അത് ഭയങ്കര ഒരു വലിയ ഗുണമാണ് SSC മലയാളിയുടെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ഒരു സാധനം ഉണ്ട് നമ്മൾ ആലോചിക്കുന്നേ ഇല്ല. ശരി ഇങ്ങനെയൊക്കെ ആലോചിക്കേണ്ടതുള്ളതുകൊണ്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ആ ഡിസ്കഷൻ ഭയങ്കര എഫക്റ്റീവായിരുന്നു. ഇവിടെ എപ്പോഴും നമുക്ക് ഒരു ബിഗിനർ തൊട്ട് അങ്ങ് ഏറ്റവും എൻഡിൽ നിൽക്കുന്ന ആൾ വരെ, അതായത് ആ ടോപ്പിൽ നിൽക്കുന്ന ആൾ വരെ നമുക്കിവിടെ കാണാം. അപ്പോൾ ആ ഒരു കോൺവെർസേഷൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. ഇപ്പം ഒരു ഡിസ്കഷൻ ഇരുന്നില്ല, നമ്മൾ ഒരു അക്കാഡമിക് ആയിട്ടുള്ള ഡിസ്കഷൻ ഇരുന്നില്ലെങ്കിൽ പോലും നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു അറിവും, അല്ലെങ്കിൽ ഇപ്പോൾ ചില ജോലികളെ, ഇപ്പോൾ ചില പോസ്റ്റുകളെ പറ്റിയൊക്കെ, ഇപ്പം ഇവിടെ വന്നിട്ടാണ് നമ്മൾ ഈ IITസിലും NITസിലൊക്കെ ഈ ജൂനിയർ അസിസ്റ്റന്റ് പോസ്റ്റുകളൊക്കെ ഇതേ സിലബസ്, അതായത് SSCക്കാർ പോയാൽ പുഷ്പം പോലെ അടിക്കാവുന്ന പോസ്റ്റുകളൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇവരൊക്കെ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയവരായതുകൊണ്ട് തന്നെ നമ്മൾ ഈ അവരോട് തന്നെ ഒരു കോൺവെർസേഷൻ കിട്ടുമ്പം ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പം അതൊന്നും ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല. എപ്പോഴും ഇപ്പം ഇവനോട് സംസാരിച്ചിട്ട് എന്ത് കാര്യം, എനിക്കെന്ത് കിട്ടാൻ, അവൻ്റെ ചാടയാണ്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടൊന്നും അങ്ങനെയല്ല. നമ്മളെപ്പോഴും ഒരു ആൾക്കാരോട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക, ആ ഒരു ഡിസ്കഷനിൽ, ഹെൽത്തി ഡിസ്കഷനിൽ വരിക, അതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. പിന്നെ ആ ഡിസ്കഷൻ്റെ ക്വസ്റ്റ്യൻസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോൾ നോർമലി എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഫസ്റ്റ് മെഷീൻ ബാച്ച് ഹാൻഡിൽ ചെയ്തത് അക്ഷയ് സാറും ബാസ് സാറും. അപ്പോൾ ഇവർ ചൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനും അതിനും പ്രത്യേക ഒരു ക്വാളിറ്റി ഉണ്ട്. അത് കാരണം നമ്മൾ നോർമലി ഒരു ക്വസ്റ്റ്യൻ ചൂസ് ചെയ്ത് അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, പല ടൈപ്പ് ഓഫ് പാറ്റേൺസ് അതെങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പിന്നിലെ കഷ്ടപ്പാടുകൾ ഞാൻ നേരിട്ട് കണ്ടതാണ്. കാരണം നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട്. കാരണം വെളുപ്പിനെ 2 മണിക്കും 3 മണിക്കൊക്കെ ആയിരിക്കും ചിലപ്പം ഈ ക്വസ്റ്റനൊക്കെ തീരുന്നത്. അതിനുശേഷം ആ ക്വസ്റ്റനൊക്കെ പ്രിപ്പയർ കഴിഞ്ഞിട്ട് ആ ദിവസം ആയിരിക്കും വ്യത്യാസം ക്ലാസ്. അപ്പോൾ ആ സാർ അക്ഷയ് സാർ ആ സമയത്ത് എടുത്തൊരു എഫോർട്ട് കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ടാണ്. അപ്പോൾ ക്വസ്റ്റൻസിൽ ഒരു ക്വാളിറ്റി, വെറുതെ കുറേ ക്വസ്റ്റൻസ് വന്നിട്ട് ചെയ്യാൻ പറയല്ല, വരും എന്ന് ഉറപ്പുള്ളത് അല്ലെങ്കിൽ മോസ്റ്റ് റിപ്പീറ്റ് ഉള്ള കാര്യങ്ങളൊക്കെ അവർ അനലൈസ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ക്വാളിറ്റിയും ഇതിനകത്ത് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട്. അതെന്താ വെച്ചാൽ എൻ്റെ ടയർ 2 പ്രാവശ്യം ടയർ 2 എക്സാമിന് മാത്സത്തെ ഒരു 5 ക്വസ്റ്റ്യൻ നല്ല ടഫായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു മൈൻഡിൽ ഈ മാത്സത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ലെങ്കിൽ പോലും ഞാൻ ഡൗൺ ആവും. എനിക്ക് മാത്സിന് ഫുൾ അടിക്കണം, അതാണ് എൻ്റെ മൈൻഡ്. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻ ടഫായപ്പം ഞാൻ എന്താ വെച്ചാൽ ആ ടഫായാലും ഞാൻ ഡീമോട്ടിവേറ്റഡ് അല്ലെങ്കിൽ തളർന്നു പോയില്ല. എന്താ വെച്ചാൽ അതിനേക്കാൾ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ നമ്മളുടെ ബാച്ചിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇരുന്നാൽ കിട്ടുന്നുള്ളത് എനിക്കറിയാം. ഞാൻ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ടിൽ കഴിഞ്ഞ് തേർഡ് റൗണ്ടിലാണ് ഈ 5 ക്വസ്റ്റ്യൻ ബാക്കിയുള്ളത്. അപ്പോൾ കുറച്ച് നേരം ഇരുന്നാൽ എന്തായാലും ചെയ്യാൻ പറ്റുന്നുള്ള അറിയാം. അതിനും വലിയ ക്വസ്റ്റ്യൻ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. നമ്മൾ ടഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് അതിനേക്കാളും കുറഞ്ഞ ക്വസ്റ്റ്യൻസ് എന്തായാലും ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് വരും. അപ്പോൾ നമ്മൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കുകയാണെങ്കിൽ ചിലപ്പം ഈ വലിയ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമ്മൾ ആകെ തളർന്നു. അപ്പോൾ ഇപ്രാവശ്യം ടയർ 2 എക്സാമിൽ ആ 5 ക്വസ്റ്റ്യൻ ചെയ്യാൻ എനിക്ക് മോട്ടിവേഷൻ കിട്ടിയത് നമ്മളവിടുത്തെ ആ മെറ്റീരിയലാണ്. നമ്മളവിടുത്തെ ടയർ 2ൻ്റെ മെറ്റീരിയൽ ആയിക്കോട്ടെ, മിഷൻ ബാച്ചിൻ്റെ മെറ്റീരിയൽ ആയിക്കോട്ടെ, ഇമ്മാതിരി ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷേ അതിനൊരു 2 ക്വസ്റ്റ്യൻസ് നമ്മളെ ഇപ്രാവശ്യത്തെ വന്നിട്ടുണ്ട് ടയർ 2 മെയിൻ എക്സാമിൽ. സക്കിലിപ്പം നമ്മൾ പറയും അറ്റംപ്റ്റ് കൊടുക്കുന്നതിൻ്റെ കാര്യത്തിൽ കുറേ പേർക്കെങ്കിലും ഒക്കെ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്. ഇത്ര അറ്റംപ്റ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അത്രയും തെറ്റിപ്പോയാലോ എന്നൊരു ഡൗട്ട് കാരണം അറ്റംപ്റ്റ് കൊടുക്കാത്ത കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ സക്കിളിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 150 149 എണ്ണവും അറ്റംപ്റ്റ് കൊടുത്ത ആളാണ്. അത് ആകെ കമ്പ്യൂട്ടറിന് ഒരു എണ്ണം മാത്രമാണ്. ബാക്കി പേപ്പർ എടുക്കുവാണെങ്കിൽ SSC ഒരെണ്ണമെങ്കിലും അറ്റംപ്റ്റ് ഒഴിവാക്കണമല്ലോ. ആ ഒരു റീസൺ കൊണ്ടായിരിക്കണം. അപ്പോൾ സീരിയസ്ലി അത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഈ ചക്കിട്ട് മൊയിൽ ചാവുന്ന പോലെ നമുക്ക് കിട്ടുന്നതല്ല ഈ പറയുന്ന മാർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ 50-50 നമ്മൾ കിട്ടുന്നുണ്ടോ? 50-50 അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടി, ക്വസ്റ്റ്യനിൽ 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് 50-50 നിൽക്കുന്ന സമയത്തും അതിലെ മറ്റേ ഓപ്ഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു റീസണിങ് സ്കില്ലാണ്. അപ്പം സക്രില് എങ്ങനെയാ ഈ 149 അറ്റംപ്റ്റ് അത്രയും കോൺഫിഡൻസോടെ കൊടുക്കാൻ പറ്റിയേ? ഞാൻ
ആദ്യം ഇവിടെ വരുമ്പോൾ തന്നെ എൻ്റെ ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ അറിയുന്നൊക്കെ എഴുതുക, ബാക്കിയുള്ള കുത്തുക, അതായിരുന്നു മൈൻഡ്. അപ്പം ഞാൻ ഇവിടെ വരുന്നത് എന്താ വെച്ചാൽ ഇതൊക്കെ മാറ്റണം, അറിയുന്നത് മാത്രം കുത്തണം, അറിയുന്നത് മാത്രം അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ള മൈൻഡിലാണ് വരുന്നത്. ആക്യുറസി അറ്റ് പീക്ക്. ഫസ്റ്റ് ഡേ സബ്ജക്ട് സാർ വന്നാണ് പറഞ്ഞു, മക്കളെ എല്ലാം പഠിച്ചിട്ട് ഇവിടെ ആരും ജോലിക്ക് കയറിയില്ല, എല്ലാം പഠിച്ചിട്ട് ആരും ജോലിക്ക് കയറിയില്ല. ഞാൻ 100 അറ്റംപ്റ്റ് ചെയ്യും, ഞാൻ എനിക്കറിയുന്ന ഭൂരിഭാഗം അറ്റംപ്റ്റ് ചെയ്യും, എനിക്ക് എന്നുള്ള ധൈര്യം ഉണ്ട്, നിങ്ങൾക്കുള്ള ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കുത്തിക്കോ. അപ്പം ഞാൻ പറഞ്ഞു വിചാരിച്ച് എൻ്റെ മാത്രം കുറ്റമല്ല, സാറും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ, സാറ് നല്ല CBI ഇൻസ്പെക്ടർ ആയല്ലോ, ഞാൻ ചിലപ്പോൾ ആയാലോ എന്ന് വിചാരിച്ചാണ്ട് ആ പ്ലാനെ ഞാൻ അവിടെ ഉപേക്ഷിച്ചു. ഞാൻ വീണ്ടും 100 കുത്താനുള്ള മൈൻഡിലായി. അപ്പോൾ ടയർ 2 ഫസ്റ്റ് സെക്ഷനിൽ ഒരു 3 എങ്ങാനും അറിയാത്തുണ്ടായിരുന്നു. അതിലൊരു 50-50 ഞാൻ 3 കുത്തി, 2 ശരിയായി, 1 തെറ്റി. എന്നാലും നല്ല ലാഭമാണ്. 6 മാർക്ക് കിട്ടി, 2 4 മാർക്ക് ലാഭം കിട്ടി. ഇംഗ്ലീഷിൻ്റെ സെക്ഷനിലാണെങ്കിൽ അതിലൊരു 4-5 അറിയാത്തുണ്ടായിരുന്നു. ഇംഗ്ലീഷും GK കൂടി ഒരു 10 അറിയാത്തുണ്ടായിരുന്നു. അതും കുറേ എണ്ണം 50-50 കുത്തി. 50-50 കുത്തിയിട്ട് 50-50 അറിയാത്തത് ബ്ലാങ്കായിട്ട് തീരെ ഒന്നും അറിയാത്ത 1-2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതും ഞാൻ കുത്തി. എന്താ വെച്ചാൽ എനിക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നു, ചാൻസ് എടുത്തു. പിന്നെ കമ്പ്യൂട്ടറിന് കുറേയൊക്കെ എന്താ ഓപ്ഷൻ എലിമിനേഷൻ വെച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ എനിക്കെന്താ വെച്ചാൽ ഈ 100 അല്ലെങ്കിൽ 150 ആ 150 ചെയ്യാതെ പോകുന്നതിന് എനിക്കൊരു സമാധാനം കിട്ടൂല. സത്തർ സാർക്ക് ശേഷം SC മലയാളിയിൽ ആദ്യമായിട്ട് ഫുൾ അറ്റംപ്റ്റ് കൊടുക്കുന്ന ആള്. ആ 100 95 ആയാൽ പോലും എനിക്ക് ചിലപ്പോൾ ഒരു എക്സാം വേണ്ടി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല. അപ്പോൾ ഞാൻ ഇപ്പോൾ കുത്തിയിൽ 2 തെറ്റിപ്പോയാലും ഞാൻ എന്താണ് ഉൾക്കൊള്ളാൻ തയ്യാറാണ്, അതിനോട് എനിക്ക് കുഴപ്പമില്ല. പക്ഷേ റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർക്ക് ഇപ്പോൾ ടയർ 1 ഒരുപാട് സ്റ്റുഡൻസ് ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. ഇവർ ചിലപ്പോൾ ഏറ്റവും അക്യുറസി ഉണ്ട്, 100% അക്യുറസി എന്ന് വിചാരിച്ചൊരു 70 ഒക്കെ കുത്തിയിട്ട് പോരും, 70 അറ്റംപ്റ്റ് ഒക്കെ കൊടുത്തിട്ട് പോരും. അപ്പോൾ ഇൻ കേസ് ആ 70 അറ്റംപ്റ്റിൽ ചിലപ്പോൾ മേ ബി ഒരു 5 to 8 വരെ തെറ്റിക്കഴിഞ്ഞാൽ അവർ കോമ്പറ്റീഷൻ ഔട്ടായി. 70 ശരിയായിക്കോട്ടെ, അവർ 150 എത്തുള്ളൂ. പക്ഷെ 150 പോരാ, ഈ റെസ്റ്റിൽ 150 പോരാ. അതാണ്. അപ്പോൾ കുറേ പേര് അങ്ങനെ വിചാരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല, ബാക്കി നമ്മൾ വെറുതെ ബ്ലാങ്ക് ആയിട്ട് കുത്തുന്നതല്ല. നമുക്ക് നമ്മുടെ കയ്യിൽ കണ്ടന്റ് ഉണ്ട്, പക്ഷേ അതാണ് സ്കില്ല്. നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്ത് ഡെവലപ്പ് എടുക്കുന്ന ഒരു സ്കില്ലാണ് ശരിക്കും. അപ്പോൾ ആ സ്കില്ല് ഡെവലപ്പ് എടുക്കുന്നത് പല കുട്ടികളും ഇന്നും റിയലൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മെയിനായിട്ട് കാര്യം. അല്ല, നമ്മളെല്ലാ ക്വസ്റ്റ്യനും 100% അറിഞ്ഞിട്ടല്ലത് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാനുള്ള ഒരു എക്സാം അല്ല SSC. നമുക്ക് അറിയുന്ന നമ്മൾ പഠിച്ച സാധനം മൊത്തം അതിൽ അപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഒരു ഓപ്ഷൻ എലിമിനേഷൻ പറ്റുമെങ്കിൽ അത് നമ്മൾ അറിയുന്ന സാധനമാണ്. ബാക്കി 3 ഏതോ ഒന്നാണ് ആൻസർ നമുക്കറിയാം. അപ്പോൾ ആ ചാൻസ് എടുത്ത് നമുക്ക് കുത്താൻ പറ്റുമെങ്കിൽ നമുക്ക് അവിടെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അല്ലാതെ മൊത്തം പഠിച്ചാണ്ട് ചിലപ്പം പറ്റുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അല്ല, ഇപ്പോൾ SSC ആണെങ്കിലും ടെസ്റ്റ് ചെയ്യുന്നതാണ്. അതായത് ഒരിക്കലും നമുക്ക് എന്തിനാണ് ഇപ്പം ഈ GST അല്ലെങ്കിൽ ഇൻകം ടാക്സിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഈ GKയും ഇംഗ്ലീഷ് അല്ലെങ്കിൽ റീസണിങ് മാത്സ് എല്ലാം ഇങ്ങനെ അതല്ല. അവർക്കെന്ന് പറഞ്ഞാൽ ആ പ്രസൻസ് ഓഫ് മൈൻഡ്, എങ്ങനെ നിങ്ങൾ ആ ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഇത്തവണത്തെ ഇംഗ്ലീഷിൻ്റെ ചോദ്യങ്ങൾ തന്നെ അങ്ങനെയായിരുന്നു. ഇപ്പം ഫ്രഷായിട്ട് വന്ന കുറേ ടോപ്പിക്സൊക്കെ നമുക്ക് ശരിക്കും നമ്മൾ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡിൽ അടിച്ചാൽ നമുക്ക് കിട്ടാവുന്ന സാധനങ്ങൾ. അതായത് 3 ഓപ്ഷനും മിക്കവാറും ബ്ലണ്ടർ ആയിരിക്കും, അതിൽ ഒരു ഓപ്ഷൻ മാത്രമേ നമുക്ക് റൈറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴും Tier 1 വന്ന സമയത്ത് ഇപ്പം ഇംഗ്ലീഷ് ആണ് ഞാൻ പറഞ്ഞത്, ഇംഗ്ലീഷ് നല്ല ടഫായിരുന്നു. പക്ഷെ എനിക്ക് 50 കിട്ടി. അതായത് ഞാൻ ഫുള്ള് ചെയ്തതൊക്കെ ഇങ്ങനത്തെ മെത്തേഡായിരുന്നു. ഇപ്പോൾ ഹോമോണിമിൻ്റെ ക്വസ്റ്റിനൊക്കെ ഞാൻ കേട്ടിട്ടേ ഇല്ലാത്ത വാക്കുകളാണ്. പക്ഷെ 4 ഓപ്ഷൻ വായിക്കുമ്പം അതിൽ 3 പക്ക ബ്ലണ്ടർ, ഇത് ഒരിക്കലും മാച്ച് ആകത്തില്ല. അപ്പോൾ നമുക്ക് മറ്റേ ഓപ്ഷൻ ഒബ്വിയസ്ലി കുത്തിട്ടോ. അപ്പം അങ്ങനത്തെ കുറേ പ്രസൻസ് ഓഫ് മൈൻഡും കാര്യങ്ങളൊക്കെ ഈ SSCയിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇത് മൊത്തം പഠിച്ചിട്ടേ അപ്രോച്ച് ചെയ്യുന്നുള്ളൊരു അത് മാറ്റിയിട്ട് ഇതിലെങ്ങനെ നമുക്ക് ഇതിൽ ലൂപ്പ് ഹോൾ കണ്ടെത്താം. അതായത് ക്വസ്റ്റ്യൻ ഇടുന്ന ആളുടെ അപ്പനായിട്ട് നമ്മൾ പെർഫോം ചെയ്യണം. അങ്ങനെ നമ്മൾ തിങ്ക് ചെയ്യാൻ അങ്ങനെ എന്തുകൊണ്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പം തന്നെ നമ്മൾ ആ ഒരു ലെവലിലേക്ക് പ്രാക്ടീസ് ചെയ്യണം. എങ്ങനെയാണ് അതിൽ അയാൾ എന്തുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ ആയിട്ട്. ഇപ്പം സഫ്ദർ സാറൊക്കെ തന്നെ നമുക്ക് മാത്സ് ഒക്കെ ചില ക്വസ്റ്റ്യനൊക്കെ എന്താണ് 3-4 ഓപ്ഷൻ കണ്ട ക്വസ്റ്റ്യൻ പോലും വായിക്കണേലും പറയും. ഇത് നമുക്ക് ഇപ്പം പേഴ്സൻറ്റേജിൻ്റെ ക്വസ്റ്റ്യൻ തന്നെ 3-4 ഓപ്ഷനിൽ റെഗുലർ ആയിട്ടുള്ള പേഴ്സൻറ്റേജ് വാല്യൂ ആവില്ല. ഒരെണ്ണം മാത്രമേ 3 1 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളാ ക്വസ്റ്റ്യൻ വായിച്ച ആൾ എന്താണ് ടെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നേരെ അതങ്ങ് കുത്തിയിട്ട് പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പം ആ ഒരു മെത്തേഡൊക്കെ യൂസ് ചെയ്യുന്നതല്ല. പിന്നെ മോക്ക് ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നു അനന്തേട്ടന്റെ ഒരു ഷീറ്റ് ഞാൻ കണ്ടായിരുന്നു. മോക്ക് ടെസ്റ്റിന്റെ അനാലിസിസ് ചെയ്യുന്ന സാധനം അത് കുറേ ഉണ്ടായത്. ഒരു മോക്ക് ടെസ്റ്റ് കഴിഞ്ഞാൽ എത്ര തെറ്റ് വന്നു, ഓരോ സബ്ജക്റ്റിനും എത്ര തെറ്റ് വന്നു, ആ തെറ്റൊക്കെ എന്തൊക്കെയാണെന്ന് നോട്ട് ചെയ്യാൻ കണ്ടായിരുന്നു. അപ്പോൾ മോക്ക് ടെസ്റ്റ് ഒരു സംഭവം ഈ ഒരു കോമ്പറ്റീഷൻ എക്സാം SSC ഫീൽഡിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതിൻ്റെ ഒരു ഒപ്പീനിയൻ. മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പൊതുവെ
മോക്ക് ടെസ്റ്റിൻ്റെ ഡേറ്റ് മാത്രമല്ല ഓരോ സബ്ജക്റ്റിനും മോക്ക് ബുക്കുകൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാത്സിന് ബുക്ക്, റീസണിങ്ങിന്, ഇംഗ്ലീഷിന്, GK-ന്. അപ്പോൾ നമ്മൾ മോക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം, ഒന്ന് തെറ്റിയത് നമ്മൾ ശ്രദ്ധിക്കണം. തെറ്റിയതിനെക്കാട്ടി ഉപരി നമുക്ക് എന്തുകൊണ്ടാണ് തെറ്റ് വന്നു, അതായത് നമ്മുടെ വീക്ക് പോയിന്റുകൾ എന്താണെന്ന് നമ്മൾ നോട്ട് ചെയ്യണം ഓരോ പേപ്പറിലും. പിന്നെ നമുക്ക് ശരിയായിട്ടുണ്ടെങ്കിലും എങ്ങനെ ഇതിലും ബെറ്റർ ടൈമിൽ അല്ലെങ്കിൽ ടോപ്പറിൻ്റെ ടൈമിൽ നമ്മൾ എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു മെത്തേഡ് കണ്ടുപിടിച്ച് അത് എഴുതി വെക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി. അപ്പം എന്നിട്ട് ഈ മോക്ക് ബുക്ക് നമ്മൾ ഓരോ എക്സാമിന് അല്ലെങ്കിൽ വീക്കെൻഡിൽ ഈ മോക്ക് ബുക്കുകൾ റിവൈസ് ചെയ്യുന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ വീക്ക് പോയിന്റുകൾ ഇങ്ങനെ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഒരു എക്സാം എടുക്കാറാകുമ്പോഴാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് മന്ത് റിവിഷൻ്റെ സമയത്ത് ഈ നമ്മൾ അനാലിസിസ് ബുക്ക് റിവൈസ് ചെയ്താൽ നമ്മളവിടെ നമ്മുടെ മോക്കിൽ അല്ലെങ്കിൽ നമുക്ക് വന്ന മിസ്റ്റേക്കുകളെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ എക്സാമിന് പോകുക. അപ്പോൾ അത് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഇപ്പം ഈ Tier 2 അന്ന് തന്നെ ലിറ്ററലി ഞാൻ അതിൻ്റെ 2 ദിവസം മുന്നേ ഈ മോക്ക് ബുക്കിൽ നിന്ന് റിവൈസ് ചെയ്ത ക്വസ്റ്റ്യൻ ഒലീവ് മോഡ് ലൈവ് മോക്കിൽ നിന്ന് എഴുതിയെടുത്ത ക്വസ്റ്റ്യൻ ഡിറ്റോ ക്വസ്റ്റ്യൻ Tier 2 വന്ന് സെയിം ക്വസ്റ്റ്യൻ. അപ്പം നമ്മളെപ്പോഴും മോക്ക് അനലൈസ് ചെയ്യുമ്പം നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ അനലൈസ് ചെയ്യണം. എന്ന് വെച്ച് ഡീറ്റെയിൽ ആയിട്ടെന്ന് വെച്ചാൽ നമ്മൾ 3-4 മണിക്കൂർ അനലൈസ് ചെയ്ത് നമ്മൾ സമയം കളയാനും പാടില്ല. എല്ലാത്തിനും നമുക്കൊരു സമയം ഒരു എന്താ ലിമിറ്റ് വേണം. എല്ലാ കാര്യങ്ങൾക്കും ലിമിറ്റ് വെച്ച് തന്നെ അനലൈസ് ചെയ്യണം. ആ ഒരു ലിമിറ്റിനുള്ളിൽ തന്നെ വേഗം അനലൈസ് ചെയ്ത് പോകണം. അങ്ങനെ ഇപ്പൊ ഫാക്കൽറ്റീസ് ഭയങ്കര ഫ്രണ്ട്ലി ആണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് പേഴ്സണലായിട്ട്, അതായത് ഇവിടുത്തെ ഓരോ സ്റ്റുഡൻസിനും പേഴ്സണലായിട്ട് ഫാക്കൽറ്റി മെമ്പേഴ്സുമായിട്ട് ബന്ധമുണ്ട്. അപ്പം സക്കിളിന് ഓരോ ഫാക്കൽറ്റി മെമ്പേഴ്സുമായിട്ടുണ്ടായിരുന്ന ഒരു കണക്ഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, അത് എങ്ങനെ പോകുന്നു എന്നുള്ളതെന്ന് പറയാം. അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണ്ട. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാറുണ്ടാല് എല്ലാവരെ പറ്റിയും പറയേണ്ടി വരും. അപ്പോൾ ഒരു പോയിന്റ് വിട്ടാൽ മറ്റുള്ളവർക്ക് വിഷമവും. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കുറച്ച് എങ്ങനെയാ പറയാ, എല്ലാവരും ഒരു എടാ പോടാ ബന്ധമാണ്. സബ്ദർ സാറ് ക്ലാസ്സിലിരുന്നാണ്ട് സംസാരിക്കുന്ന സാറും ക്ലാസ്സിന്റെ പുറമെ ഇറങ്ങിയാണ്ട് നമ്മൾ ക്യാബിനിലിരിക്കുന്ന സാറും തമ്മിൽ അചകചാന്തരം വ്യത്യാസമുണ്ട്. അപ്പോൾ സാറ് നമ്മൾ എന്താ പറയുക ഭയങ്കര നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് എന്തും പറയാൻ പറ്റുന്നൊരു ആളാണ്. അപ്പോൾ ഞങ്ങളവിടെ ഫസ്റ്റ് വന്നപ്പോഴൊരു സന്ദർഭം പറയാം. മിഷൻ ബാച്ചിലാണ് അവിടെ കയറി വരുന്നത്. മിഷൻ ബാച്ചിന് സാറ് ആദ്യം തന്നെ എല്ലാവരോടും പറഞ്ഞ് പേര്, ക്ലാസ്, എവിടുന്നാണ് വരുന്നത്, കഴിഞ്ഞ ടയർ 1-ൻ്റെ മാർക്ക് എത്രയാണ്, ടയർ 2-ൻ്റെ മാർക്ക് എത്രയാണ്, ഇപ്പോൾ മാർക്ക് എത്ര അടിക്കുന്നുണ്ട്, ഇതൊക്കെ പറയാം. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഞാൻ ബാക്കിലായിരുന്നു ഇരുന്നിരുന്നത്. അപ്പോൾ എല്ലാവരും എണീറ്റ് പറയുന്നത് എല്ലാവരും ടയർ 1 ആ ക്ലാസ്സിലൊരു 10-60 പേരുണ്ട്. 50 പേരും ടയർ 1 പാസ്സായവരാ. ടയർ 1 പാസ്സായി 150, 160 അടിച്ച്, ടയർ 2 270, 250 അടിച്ച ആൾക്കാർ. ഞാൻ നോക്കുമ്പോൾ എനിക്ക് മാത്രമേ ടയർ 1-ന് 70 മാർക്കുള്ളൂ. ബാക്കി എല്ലാവർക്കും ഒരു 130 എബോ എല്ലാവർക്കും ഉണ്ട്. ഒരാളില്ലാതെ എല്ലാവർക്കും 130 എബോ ഉണ്ട്. ഞാനാണ് ഏറ്റവും ബാക്കിലായിരിക്കുന്നത്. പക്ഷെ സക്കിൾ ഇവിടെ സ്കോളർഷിപ്പ് കിട്ടി വന്ന ആളാ. അല്ലല്ല, ഞാൻ അവിടുത്തെ എക്സാം എഴുതിയില്ല. ഇല്ല. അപ്പോൾ ഞാനാണെങ്കിൽ ഇതിപ്പോൾ എല്ലാവരും കേൾക്കുകയും ചെയ്യുമല്ലോ, 70 മാർക്കെന്ന് ഇപ്പം എങ്ങനെ പറയാ. അപ്പം എന്നോട് സാറ് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ 100 മാർക്കെന്ന് പറഞ്ഞ്. ഇപ്പം അധികം കൂട്ടുകയും വേണ്ട അധികം കുറയ്ക്കുകയും വേണ്ട, ഒരു 100 അങ്ങ് പറഞ്ഞ്. 100 പറഞ്ഞ് പിന്നെ ഇപ്പോഴത്തെ മോക്കിനൊക്കെ ഒരു 120 അടിക്കുന്നുണ്ട്. 100 അടിക്കുള്ളൂ, എന്നാലും ബാക്കിയുള്ളവരൊപ്പം എത്തിക്കണമല്ലോ. അപ്പോൾ ഒരു 120 പറഞ്ഞ്. അതായിരുന്നു എൻ്റെ ഇവിടുത്തെ സ്റ്റാർട്ടിങ്. അപ്പം സാറുമായിട്ടുള്ള ബന്ധം തുടങ്ങിയത് സാറോട് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. അവിടെ നിന്ന് പോന്നിട്ട് പിന്നെ 125 മാർക്ക് Tier 1-ന് വന്നപ്പോ ആദ്യം പോയി കോണ്ടാക്ട് ചെയ്യുന്നത്. പക്ഷെ സാറന്ന് പറഞ്ഞോണ്ട് പക്ഷെ ആ സാറ് പറഞ്ഞ പോലെ തന്നെ അത് ഞാൻ പറയാത്ത നന്നായി. ഇല്ലെങ്കിൽ 125 പറഞ്ഞാൽ ചിലപ്പോ അതും ഫേക്കാന്ന് വിചാരിച്ചു. അതൊന്നും പറയാതെ വിചാരിച്ചു. അപ്പൊ പറഞ്ഞാ നീ പഠിക്കണ്ട, നീ പൊക്കോ, കാര്യമൊന്നുമില്ല പറഞ്ഞേനെ. ചാൻസ് ഉണ്ട്. ആദിൽ ഷാജിനോട് ഞാൻ ആദിൽ ഷാജിനെ ആദ്യം കാണുന്നതെന്ന് വെച്ചാൽ എനിക്ക് ബാങ്കിൻ്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ മിഷൻ ബാച്ചിന് ക്ലാസ്സിൽ നിന്ന് ഉച്ചയ്ക്ക് ഇറങ്ങി പോകാം പറഞ്ഞിട്ട് പോയാച്ചാണ് ഞാൻ കോർഡിനേറ്റർ റൂമിൽ പോയി. കോർഡിനേറ്ററാണോ ചോദിച്ചു, ആണെന്ന് പറഞ്ഞു. എനിക്ക് ഉച്ചയ്ക്ക് എന്താ പോകണം, ബാങ്കിൻ്റെ എക്സാം ഉണ്ട്, കോഴിക്കോടാണ്, പോട്ടെ എന്ന് ചോദിച്ചു. ഇങ്ങനെയാണ് ഞാൻ ചോദിച്ചത്. ഏത് എക്സാം? ബാങ്കിൻ്റെ എക്സാം. എവിടെ എക്സാം?
ഇതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞതാ. കോഴിക്കോടാണ്, ഇവിടെ മെഡിക്കൽ കോളേജിന്റെ അവിടെയാണ്, ബാങ്കിന്റെ എക്സാം ആണ്. ഞാൻ പൊക്കോട്ടാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് തന്നെ ചോദിക്കുക ഏതാ എക്സാം. അല്ല ഓർമ്മ ഉണ്ടാവില്ല, എനിക്കറിയാം. എന്തെങ്കിലും പറയും. അത് നമ്മള് വെറുതെ സ്റ്റുഡന്റിനോട് പോകാൻ പൊക്കോ എന്ന് പറഞ്ഞാല് കാര്യമില്ലോ. റെഗുലർ ആയിട്ട് നമ്മളിവിടെ ഇവിടെ ഉത്തരവാദിത്വം അല്ല, ഇത് ആദ്യം തന്നെ പറഞ്ഞല്ലോ. ഇത് 3 കാര്യങ്ങൾ പറഞ്ഞല്ലോ. പിന്നെ എന്തിനാ ചോദ്യം കൊണ്ട് ചോദിച്ചത്? അത് ഞാൻ മനസ്സിലായി. സൈക്കോളജിക്കലായിട്ട് നീ പറഞ്ഞത് ശരിയാണോ കള്ള റിവേഴ്സോട് പറയാൻ പറ്റില്ലല്ലോ. പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ കുറച്ച് സൈക്കോളജി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അവന്റെ കണ്ണ് കണ്ടറിയാം. കണ്ണായിട്ട് അറിയാതെ അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയായിരുന്നു ഷാക്കുമായിട്ടുള്ള പരിചയം. പിന്നെ അങ്ങ് എന്താ പറയാ, എടാ ഓടാ എന്തായി പോയി. ഇനി പറഞ്ഞോളൂ ഐറിൻ പറ്റി. ഐറിൻ മിസ്, അത് പറയണമെന്നില്ല സത്യത്തില്. ഐറിൻ മിസ് ഒരു ലാസ്റ്റത്തെ ക്ലാസ്സിലെങ്ങാനും ഐറിൻ കയറി വരുന്നത്. ഐറിൻ മിസ് കയറി വരുന്നത് ഇംഗ്ലീഷിന്റെ 7ാമത്തെ PYQ. 7ാമത്തെ PYQ. ലാസ്റ്റത്തെ 2 ക്ലാസ് അങ്ങനെ ഇംഗ്ലീഷിന് ബാക്കിയുള്ളൂ. അപ്പൊ സെക്കൻഡ് ലാസ്റ്റ് ക്ലാസ്സിനാണ് ഫസ്റ്റ് മിഷമാച്ച് കഴിഞ്ഞപ്പോ ഇന്നാണ് ഐറിൻ മിസ് എന്ന് വിളിക്കാൻ എനിക്ക് തോന്നുന്നു. സത്യമായിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. അപ്പൊ അങ്ങനെയാണ് ഐറിൻ മിസ് കയറി വരുന്നത്. ഞാൻ നോക്കുമ്പോ ഒരു മഞ്ഞുടുപ്പൊക്കെ ഇട്ടാണ്ട് തുള്ളിച്ചാടി ഒരു സാധനം വരുന്നു. തുള്ളിച്ചാടി എന്നൊക്കെ പേരൊക്കെ ചോദിക്കുന്നു. പേര് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു സക്രിൽ എന്നാണ് പേര് എന്ന് പറഞ്ഞു. സക്രലോ അതെവിടെയും കേട്ടിട്ടില്ല പറഞ്ഞു. പറഞ്ഞു മഹാഭാരതത്തിലുള്ളൊരു മുനിയുടെ പേരാന്ന് പറഞ്ഞു. അത് പറഞ്ഞതേ എനിക്ക് ഓർമ്മയില്ല. പിന്നെ പഠിക്കുക എന്നാ എന്ത് സന്യാസിയുടെ പേരാന്ന് പറഞ്ഞു. എന്നാ സന്യാസി പറ ആൻസർ ഏതാ? ഓക്കെ, ഒരു പ്രാവശ്യമല്ലേ പൊക്കോട്ടെ. എന്റെ അപ്പുറത്തുള്ളവനെ വിളിക്കുക. സന്യാസിന്റെ അപ്പുറത്തുള്ള പറ, സന്യാസിന്റെ അപ്പുറത്തുള്ള പറ, സന്യാസിന്റെ ബാക്കിലുള്ളവൻ പറ. അടുത്ത പറഞ്ഞ ഞാൻ അടിക്കുന്നുള്ള മൈൻഡായി. എന്നെ വിളിച്ചില്ല, എന്താ വേറെന്താണ് വിളിച്ചു. എന്നാലും പിന്നെ അതിനുശേഷം പിന്നെ ക്ലാസ് പിന്നെ പിറ്റത്തെ ക്ലാസ് ഞാൻ കയറിയില്ല കേട്ടോ. പിന്നെ കട്ട്. എനിക്ക് ഇംഗ്ലീഷ് വേണ്ട, മാർക്ക് പോയാലും പുല്ല് വേണ്ടാന്ന് വിചാരിച്ച് ഞാൻ കയറിയില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മെൻറ്ററായതിനു ശേഷമാണ് കുറച്ചും കൂടി കമ്പനി ആയിട്ട് എന്നെ മനസ്സിലായി മൊണ്ണയാന്നുണ്ട്. ഞാനും കൊണ്ടാ നീയും കൊണ്ടാ. മനസ്സിലായപ്പോ അനന്തൂര് തന്നെ. അനന്തൂര് ഞാൻ കാണുന്നത് വളരെ നേരം കിട്ടാ. അനന്തു പത്തനംതിട്ട എന്ന് കേട്ടിട്ടുണ്ട്. ആളാരാന്ന് അറിയില്ല, എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്ന അറിയില്ല. ആ സമയത്ത് ഞാൻ കൂടുതലും ഹോസ്റ്റലിലായിരുന്നു സമയം ചെലവഴിച്ചോണ്ടിരുന്നത്. അനന്തു പത്തനംതിട്ട എന്റെ ബാച്ച് 6 അനന്തു പത്തനംതിട്ട അങ്ങനെ പറയുന്നുണ്ട്. എന്താ കേട്ടോണ്ടിരുന്നേ? നല്ല പെയിനാണ്. എന്താ അറിയില്ല. പത്തനംതിട്ട ആൾക്കാര് ഞാൻ തന്നെ ഇവിടെ വന്നിട്ട് 1-2 പേര് ഡീറ്റെയിൽസ് സെൻസർ ചെയ്യും. കമ്പനി പക്ഷേ കുറച്ചും കൂടി എന്താ പ്രൊഫഷണൽ ആളാ, കുറച്ച് മെച്ചൂർഡായിട്ട്. മെസ്സേജ് അയക്കുമ്പോ ബ്രോ പ്രായം കുറയ്ക്കാനാണ് ബ്രോ എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കുന്നത്. അതവിടെ ഞാൻ പണ്ട് കമ്പനി ആയത് കാണാ ഡൗട്ട് ചോദിച്ചിട്ടാ. ഡൗട്ട് ചോദിക്കും, എനിക്ക് കിട്ടാത്ത സാധനമൊക്കെ ഞാൻ സാറ് ചോദിക്കും. സാറ് തന്നെ എന്തെങ്കിലും ഷോർട്ട് കട്ട് പറയും. അപ്പൊ ഞാൻ സാറ് ഭയങ്കര ഫാനാവും. ഇയാളിതൊക്കെ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് ചോദിക്കും. അക്ഷയ് സാറ് പിന്നെ നമ്മുടെ ഒലീവ് ബോർഡില് ടോപ്പിലുണ്ടാവും 180 അടിച്ചാണ്ട് എന്നും ചിരിച്ചുകൊണ്ടിരിക്കുന്നു അക്ഷയ് സാറ്. അങ്ങനെ അക്ഷയ് സാറ് പിന്നെ അവര് മെന്റേഴ്സ് ആയിരുന്നല്ലോ. ഞാനും ആദ്യം മച്ചാൻ വൈബ് ചെയ്ത് അക്ഷയ് സാറിന്റെ അടുത്താണ്. അപ്പം അന്ന് ഞാൻ സെക്കൻഡ് ബാച്ചിൽ വന്നോണ്ട് തന്നെ നമ്മള് ഈ സഫ്താർ സാറിന്റെ ഒരു തലയായിട്ടാണ് സംഭവം. ഞാൻ ഫസ്റ്റ് ഇവിടെ എൻക്വയറി ചെയ്തപ്പോൾ എന്നോട് സാറ് പറഞ്ഞത് നീ ഇവിടെ നമുക്ക് സംസാരിക്കാന്നുള്ളൊരു വൈബിലാണ് സംസാരം. അപ്പൊ തന്നെ ഇവിടെ ഒരു നല്ല മൂടാന്ന് മനസ്സിലായി. എന്നാലും സാറാണല്ലോ നമുക്ക് മാക്സിമം മൊത്തം എടുക്കുന്നത് സഫ്താർ സാർ ബാസിം സാറാണ്. അപ്പം നമ്മളെ ആ ഒരു ലെവലിൽ ഇങ്ങനെ നോക്കുക. അപ്പം അക്ഷയ് സാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സംസാരിച്ചപ്പം എൻ്റെ ഏകദേശം വലിയ പ്രായ വ്യത്യാസമൊന്നുമില്ല, 1 വയസ്സും കണ്ട് വ്യത്യാസമുള്ളൂ. അപ്പൊ പുള്ളിയായിട്ടാണ് പെട്ടെന്നൊരു മച്ചാൻ വൈബ്. പിന്നെ നമ്മൾ മറ്റേ പഠിക്കുന്നതും ക്ലാസ്സിന് പുറത്തുള്ളൂ. ഡോറ് തുറന്നു കഴിഞ്ഞാൽ ആൾക്ക് പ്രത്യേക അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ വേറൊരു പ്രൊഫഷണൽസ് ആണ്. പക്ഷെ അത് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ മച്ചാൻ. ഞങ്ങളുടെ ബാച്ച് പിന്നെ സെക്കൻഡ് ബാച്ച് ആയതുകൊണ്ട് റീച്ച് കിട്ടുന്നത് തന്നെ ആയതുകൊണ്ട് 40 പേരുടെ അഡ്മിഷൻ എടുത്തു. നമ്മളൊരു ദിവസം ഒരു ക്ലാസ്സിൽ 5-10 പേരൊക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പം അതൊരു എന്താ ഞങ്ങളുടെ ബാച്ചിന് ഒരു ബാച്ചായിട്ട് ഇവിടെ കൂട്ടിയിട്ടില്ല. ഇപ്പൊ വടംവലി മത്സരത്തിന് വിളിക്കുമ്പോഴാണെങ്കിലും ബാച്ച് 12 ചോദിക്കും, പിന്നെ 3, 4, 5 അങ്ങനെയാണ് ചോദിച്ചോണ്ടിരുന്നത്. 2 വിളിക്കുന്നില്ല. അത് അത്ര ആളല്ല. ഇപ്പൊ ഇവിടെ തന്നെ ആണെങ്കിൽ വരുന്നത് നമ്മൾ കുറച്ച് പേരെ ഉള്ളായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്നെങ്കിൽ ഇപ്പുറത്തെ ബാച്ചിൽ കൂടും, അല്ലെങ്കിൽ നമ്മൾ ഏത് ബാച്ചിലും കൂടുന്നൊരു ടൈപ്പ് ബാച്ചിന്. ഇപ്പൊ അജിനേട്ടറാണെങ്കിലും
എല്ലാരും വിചാരിച്ചിരുന്ന ബാച്ച് 1 ആണ്. പക്ഷെ ബാച്ച് 2 ആയിരുന്നു. ഞാൻ കുറെ നാൾ ഇവിടെ ഡിസപ്പിയർഡ് ആയതുകൊണ്ട് കൂടുതൽ ഹോസ്റ്റലിലായതുകൊണ്ട് എന്നെ കുറിച്ച് അങ്ങനെ ആദ്യം ആൾക്കാർ അറിയത്തില്ല. പിന്നെ മെൻഡറായിട്ട് വന്നപ്പോഴാണ് കംബാക്ക് വന്നത്. അതെ, ബ്ലൂടൂത്തിന്റെ കമ്പാക്ക് പോലെ. ബ്ലൂടൂത്തിന്റെ കമ്പാക്ക് പോലെ. എന്നെ മെൻഡറാക്കിയത് അയർനായിരുന്നു. ഈ സത്തർ സാർ എന്നെ മെൻഡറാക്കിയത് ഞാൻ അക്ഷയന്റെ അടുത്ത് തന്നതല്ലേ, അക്ഷയ് സാറിന്റെ അടുത്ത് ഏതോ പരിപാടി ഇങ്ങനെ ഇത്രയും ചോദിച്ചു താഴെ നമ്മളെ സ്കൈറ്റോന്റെ താഴെ ഇങ്ങനെ. അപ്പൊ ഞാൻ ചോദിച്ചു ഇവിടെ മെൻഡറാകാൻ എന്താ ക്വാളിഫിക്കേഷൻ എന്ന് ചോദിച്ചു. എന്നോട് എനിക്ക് മെൻഡറാണോ അങ്ങനെയാണ്. നമ്മൾ പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണ് എന്താണ് അല്ലെ നമ്മുടെ ക്വാളിറ്റി എന്താണ് നമ്മളെ പറ്റി മൊത്തം ഇവർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അത് രണ്ടാമതൊന്നും അവർ ആലോചിച്ചില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു സാറ് ടീച്ചിങ് ഫീൽഡിലുള്ള ആൾക്കാരെ സ്ട്രെസ് ചെയ്താൽ മെന്റർഷിപ്പിലേക്ക് കൊണ്ടുവരാനാണ് തോന്നുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഏകദേശം വൈൻഡപ്പ് ചെയ്യാറ്. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പോലെ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആസ്പിറൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ CGL ഇപ്പോൾ എക്സാം എന്താണെന്ന് അറിഞ്ഞു വന്ന് തുടങ്ങുന്ന ആൾക്കാരുണ്ട്, ഈ ഫീൽഡിൽ നിന്ന് എക്സാം എഴുതി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ മെസ്സേജ് എന്താണ് തോന്നുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു അഡ്വൈസ് എന്തായിരിക്കും ഈ സ്റ്റുഡൻസിനോട് കൊടുക്കാൻ പറ്റുക? എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ഏതിലാണോ നിൽക്കുന്നത് അതിൽ നിൽക്കുക. ഇപ്പോൾ SSC ആണെങ്കിൽ SSC, ബാങ്ക് ആണെങ്കിൽ ബാങ്ക്, ഏതെങ്കിലും ഫീൽഡ് നമ്മളെ കൊണ്ട് കഴിയുന്നതിൻ്റെ മാക്സിമം എഫേർട്ട് ഇടുക. ഭാവിയിൽ നമുക്ക് തോന്നരുത് ഞാൻ അങ്ങനെ ഇടാമായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഒരു റിഗ്രഷൻ ഭാവിയിൽ വരാനുള്ളൊരു ചാൻസ് ഉണ്ടാക്കരുത്. അപ്പോൾ നമുക്ക് കഴിയുന്നത്ര നമ്മൾ കഴിയുന്നതിൻ്റെ മാക്സിമം എഫേർട്ട് ഇടുക. പിന്നെ SSCൻ്റെ കാര്യത്തിൽ എനിക്കൊരു അഡ്വാൻറ്റേജ് പറയാനുള്ളത്, SSCൻ്റെ സെയിം സിലബസാണ് റെയിൽവേ, IB, കുറേ എക്സാംസ്. അപ്പോൾ ഒറ്റ ഇത് സിലബസ് കവർ ചെയ്താൽ നമുക്ക് ഈ 3 എക്സാംസും ക്ലിയർ ചെയ്യാം. അപ്പം റെയിൽവേ ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, IB ആയിക്കോട്ടെ. അപ്പം നിൽക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ ഫുൾ പൊട്ടൻഷ്യൽ ഇട്ട് നിൽക്കുക. എല്ലാം നോക്കുക. നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങിയാൽ പിന്നെ ബാക്കോട്ടില്ല, അതിലേക്ക് 100% ഇട്ടാണ്ട് നിൽക്കുക. അത് കിട്ടിയിട്ടേ ബാക്കിലോട്ട് ഇറങ്ങുള്ളൂ വിചാരിക്കുക. കുറേ നമ്മുടെ ബാക്കിലോട്ട് വലിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും, വീട്ടിലാണെങ്കിലും ഫിനാൻഷ്യലായിട്ടാണെങ്കിലും, പിന്നെ കുറേ ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും ഒക്കെ ചിലപ്പോൾ പറയും എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട് SSC ആർക്കും കിട്ടൂലടാന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഞാനത് കേട്ടിട്ടില്ല. അതേപോലെ നമ്മളൊരു കാര്യത്തിലേക്ക് തീരുമാനിച്ചിറങ്ങിയാൽ പിന്നെ അത് മാത്രം നോക്കുക, വേറെ ആളുടെ ഒപ്പീനിയൻ നമ്മൾ എടുക്കാതിരിക്കുക. നമ്മളെന്താണോ വിചാരിക്കുന്നത് അതിലേക്ക് നമ്മളെ മാക്സിമം പൊട്ടൻഷ്യൽ ഇടുക, വർക്ക് ചെയ്യുക. എന്തേട്ടാ ഈ വരുന്ന ആസ്പിറൻസിനോട് പറയാനുള്ളത്, നമുക്കെപ്പോഴും ഒരു വാശി വേണം. എന്തിനാണോ നമ്മൾ ഇറങ്ങി തിരിച്ചെന്നുള്ള കാര്യം എത്രയും വേഗം ഫുൾഫിൽ ചെയ്യാനുള്ളൊരു വാശി നമ്മുടെ ഉള്ളിൽ വേണം. അതായത് ഒരിക്കലും നമുക്ക് ക്രാക്കബിൾ അല്ലാത്തൊരു എക്സാം അല്ല SSC. വേണമെന്ന് വെച്ചാൽ ക്രാക്കബിളാണ്. അപ്പോൾ നമ്മുടെ മോട്ടീവ്സ് എപ്പോഴും ക്ലിയർ ആയിരിക്കണം. നമ്മളിതിനു വേണ്ടി കോൺസ്റ്റൻ്റ് ആയിട്ട് പരിശ്രമിക്കുക. അപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ, നമുക്കുള്ളത് നമ്മൾ തന്നെ ഉണ്ടാക്കിയാൽ മാത്രമേ, അല്ലെങ്കിൽ നമുക്ക് വേറൊരുത്തരും കൊണ്ടുത്തരത്തില്ല എന്നുള്ളൊരു ഒരു തോട്ട് നമുക്ക് എപ്പോഴും മനസ്സിലുണ്ടാവണം. അപ്പോൾ നമ്മൾ മാക്സിമം എഫേർട്ട് ഇടുക. പിന്നെ എത്രയും നേരത്തെ കയറാൻ പറ്റുമോ അത്രയും നേരത്തെ കയറാൻ നമ്മൾ നോക്കുക. അതായത് നമ്മളിപ്പോൾ ഒരു 22, 23 വയസ്സല്ല, 24 അല്ലെങ്കിൽ 25 വയസ്സ് ഇതിങ്ങനെ കടന്നു പോകും തോറും നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ബാച്ചലർ ലൈഫാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും നമ്മുടെ പ്രൈം ടൈം എന്ന് പറഞ്ഞാൽ ഈ 20s ബിഫോർ 30s ആണ്. അപ്പം ഇത് ഏറ്റവും മാക്സിമം എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയാലേ പറ്റൂ. അപ്പം അത് നമ്മൾ മൈൻഡിൽ വെക്കുക, പക്ക ഫുൾ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക. ഒരു ടാർഗറ്റ് എയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നേടിയിട്ട് തന്നെ പോവാം. പിന്നെ വേറൊരു പോയിന്റ് എന്ന് വെച്ചാൽ എന്തെങ്കിലും, അതായത് നമുക്ക് എവിടെയെങ്കിലും ഒരു പാളിച്ച പറ്റുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം ചിലർക്കിപ്പോൾ മാർക്ക് കൂടുന്നതിലാവാം, ചിലർക്കിപ്പോൾ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടാവും. അപ്പം എവിടെയാണ് നമുക്കൊരു പ്രശ്നം വരുന്നത്, അപ്പം നമുക്കിവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിൽ നമുക്ക് മെൻറ്റേഴ്സ്, അല്ലെങ്കിൽ ഇവിടുത്തെ ഫാക്കൽറ്റീസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോസ്റ്റലിലുള്ള ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോളേജിലുള്ള ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി, ആരോടാണെങ്കിലും സംസാരിച്ച് ആ പ്രോബ്ലം റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഒരിക്കലും നമ്മളൊരു പ്രോബ്ലം വെച്ചുകൊണ്ട് നമ്മൾ ഇരിക്കാനേ പാടില്ല. അപ്പം എല്ലാത്തിനും നമ്മളെ സൊല്യൂഷൻസ്, ഇപ്പം നമ്മൾ മോക്ക് ടെസ്റ്റ് ആണെങ്കിൽ നമ്മളാ സൊല്യൂഷൻസ് നമ്മൾ കണ്ട് തന്നെ, അതായത് എന്താണ് പാളുന്നത് അതിന് പക്കാ സൊല്യൂഷൻ കണ്ട് തന്നെ മുന്നോട്ട് പോവുക. എല്ലാവർക്കും നല്ല ഈസി ആയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഈസി ഗോയിൽ തന്നെ ക്രാക്കബിളാണ്. അപ്പോൾ ആ ഒരു വാശിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന, അതാണ് എൻ്റെ പറയാനുള്ളൊരു അഡ്വൈസ്. ഓക്കെ, ഇനി അഡ്വൈസ് ഇല്ല, അഡ്വൈസ് ഒന്നുമില്ല. കാരണം നിങ്ങൾക്ക് അഡ്വൈസ് അല്ല തരാനുള്ളത്, മുന്നിലിരിക്കുന്ന 2 വ്യക്തികളാണ്, അല്ലെങ്കിൽ 2 അച്ചീവേഴ്സിനെയാണ്. അതാണ് ദ ബെസ്റ്റ് എക്സാമ്പിൾ. അതിനുള്ളപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു ഈ സമയത്ത് വന്നുകൊണ്ട്. ഇതിനുശേഷം ഇവർ 2 പേരുടെ കാത്തുനിന്ന് മന്തി മേടിച്ച് തരാമെന്നൊരു ഓഫറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ അപ്പോൾ ഇതുപോലെയുള്ള എപ്പിസോഡുകൾ ഇനിയും കാണാം. ഓക്കെ, കണ്ടുമുട്ടാം, ഏറ്റുമുട്ടാം. ഓക്കെ, ബൈ.